हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पौर्णपुरेशन की जय. ഓം ശ്രീ മാത്രേ നമഃ. ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും എവിടെ പോയി? വേഗം വരൂ. വേഗം വരൂ, വേഗം വരൂ, വേഗം വരൂ. സമയമായി, 10:30. വേഗം വാ, വേഗം വേഗം വേഗം. എനിക്ക് കഴിഞ്ഞിട്ട് വേണം വർക്കിന് പോകാൻ. പെട്ടെന്നാവട്ടെ. എല്ലാരും വന്നു. തുടങ്ങാം. അതെ, കുറെ പേര് മെസ്സേജ് അയച്ചു. മാതാജി, രാവിലെ 7:30 കുട്ടികളെ വിടുന്ന സമയമാണ്, കുട്ടികൾക്ക് എക്സാം ആണ്, അതുപോലെ വീട്ടിലെ ജോലി കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ഞാനും അങ്ങോട്ടേക്ക് ഏട്ടൻ വന്നിരുന്നു അല്ലേ അമ്പലത്തില്. എൻ്റെ ഫിസ്റ്റുലയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടി നടക്കുക. ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ചെല്ലില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോകൂല. എന്നെ പിടിച്ച് സർജറി ചെയ്താലോ. ഇപ്പം എനിക്ക് ഹെൽത്ത് ഓക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഏട്ടനെ ഇനി കാണുമ്പം ഏട്ടനോടും ഏട്ടത്തിയമ്മയോടും എൻ്റെ അന്വേഷണം അറിയിക്കാം. ഓക്കെ. ശിവജി വിളിച്ചിരുന്നൂല്ലേ, 2-3 കോൾസ് കണ്ടു. ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. കുറേയൊക്കെ കോൾസിലേക്ക് തിരിച്ചു വിളിച്ചു. ഇനിയും വിളിക്കാനുണ്ട്. എല്ലാവരെയും തിരിച്ചു വിളിക്കാം. മെസ്സേജുകളൊക്കെ മോസ്റ്റ്ലി നോക്കിക്കഴിഞ്ഞു. ഇന്നലെ എല്ലാം മെനയാവുന്ന എല്ലാ മെസ്സേജും നോക്കിക്കഴിഞ്ഞു. പിന്നെ വന്ന മെസ്സേജസിനുള്ള റിപ്ലൈ കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ റുക്മ മാതാജി, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. അർച്ചനയൊക്കെ കഴിഞ്ഞു. എല്ലാ സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവും. എന്നോട് ആരൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ പറയുന്നു, ഞാൻ വരുന്നുണ്ട് പറഞ്ഞു കൊടുത്തല്ലേ, ശരിയാക്കി തരാം. വിഷുവിൻ്റെ സമയത്തിൻ്റെ മുൻപേ ഒന്ന് ഏട്ടത്തിമ്മയൊക്കെ ഒന്ന് ചെന്ന് കാണണം. എല്ലാവരെയും ചെന്ന് കണ്ട് വിഷു കൈനീട്ടൊക്കെ കൊടുക്കണ്ട. ഇങ്ങോട്ടാണ് വാങ്ങേണ്ടത്, പക്ഷെ അങ്ങോട്ടും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ എന്താ പറയുക, വിഷമങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കിച്ചൂട്ടനും രാധാറാണിയും അവർക്ക് അതിനുള്ള ആൻസർ കൊടുക്കുന്നുണ്ട്, സമാധാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ചില പ്രാർത്ഥനകൾ, അതെ ഏട്ടനറിയാം ഞാൻ നല്ല ഓട്ടത്തിലാണ്. ചില പ്രാർത്ഥനകൾ സഫലമാവാൻ കുറച്ച് സമയമെടുക്കും. അത് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലമാണ്. അതോർത്ത് ആരും വിഷമിക്കരുത്. അയ്യോ, എൻ്റെ പ്രാർത്ഥന മാത്രം ഭഗവാൻ കേൾക്കുന്നില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. വിജയലക്ഷ്മി മാതാജി, ഹെൽത്തൊക്കെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഞാൻ വിളിക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക. നിരാശ ഉണ്ടാവരുത് ജീവിതത്തിൽ. രാവിലെ നമ്മൾ എന്നും എന്താ പറയുക, മെസ്സേജ് ഇടാറുണ്ട്, പ്രഭാത മഞ്ജരി. എല്ലാവരുടെ കാര്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉത്സവത്തിന് എല്ലാവരും വിളിച്ചു. പക്ഷെ എനിക്ക് വൃന്ദാവന യാത്ര ഞാൻ മാക്സിമം സാങ്ഷൻ ചെയ്ത ലീവ് 10 ആയിരുന്നു. പക്ഷെ അത് 15ലേക്ക് കയറിപ്പോയപ്പോൾ എന്താ പറയുക, കുറച്ചൊരു എന്താ പറയുക,
കുറച്ച് ലീവിൻ്റെ ഒരു പ്രശ്നം. കാരണം നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടറിലൊന്നല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ അല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരാൾ ഇല്ല എങ്കിൽ ഓപ്പോസിറ്റ് നമ്മളുടെ കൂടെ ആക്ട് ചെയ്യുന്ന അവർക്കും ആ ദിവസം വേസ്റ്റായി പോവാണ്. 2 പേര് ഇപ്പോൾ സീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ 2 പേര് 3 പേരൊക്കെ ആയിട്ടല്ലേ ഓരോ എന്താ പറയുക സീൻസും ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളില്ലെങ്കിൽ മറ്റാൾക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു സെറ്റേ പ്രശ്നമാവാണ്. നമ്മളിപ്പോൾ ഒരു വീടാണ് ഷൂട്ടിങ്ങിന് എടുത്തതെങ്കിൽ ആ വീട്ടിൽ അന്നത്തെ ദിവസം ഇത്ര ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കൂട്ടത്തിൽ ടെക്നീഷ്യന്മാർ, ഡയറക്ടർ പിന്നെ ഓൾറെഡി ഉണ്ടാവുമല്ലോ, ക്യാമറ അസിസ്റ്റൻസ്, ക്യാമറാമാൻസ്, പ്രൊഡക്ഷൻ, അങ്ങനെ ഒരു ക്രൂ ആണ്. 50 പേരെന്ന് പറഞ്ഞാൽ 50 പേരും അവിടെ ഉണ്ടായിരിക്കണം. അതിലിപ്പോൾ ഒരു വീട്ടിലെ സീൻ എടുക്കുമ്പോൾ അമ്മ, ചേച്ചി, ചേട്ടൻ എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരാളില്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാവരുടെ ഡേറ്റും ക്ലാഷ് ആയിപ്പോകും. ആ പറയുന്ന ആർട്ടിസ്റ്റുകളെല്ലാം വേറെയും സീരിയൽസിന് എന്താ പറയുക കമ്മിറ്റ് ചെയ്തവരായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ 2ഉം 3ഉം സീരിയൽസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തത് തീർത്തിട്ട് വേണം അടുത്ത ഒരു 10 ദിവസത്തെ ഷൂട്ടിൻ്റെ ഡേറ്റ് അവർക്ക് കൊടുക്കാൻ, അവിടുത്തെ തീർത്തിട്ട് വേണം വേറെ ആൾക്ക് കൊടുക്കാൻ. അപ്പം നമ്മൾ ഒരു ദിവസം മിസ്സാവുമ്പം ഇത് മൊത്തത്തിൽ കൊളായിപ്പോവും. അപ്പം അതുകൊണ്ട് നമുക്ക് ലീവ് ഒരു പ്രധാന പ്രശ്നമാണ്. അത് കാരണം ഞാൻ 10 ദിവസത്തെ ലീവ് എന്നുള്ളത് 15 ദിവസം എടുത്തിട്ട് വീണ്ടും 10 ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരു മാസം എത്ര ദിവസമായി, 25 ദിവസം അങ്ങനെ പോവല്ലേ. ഒരു മാസമൊക്കെ ഒരിക്കലും മാറി നിൽക്കാൻ ഇപ്പം അനുവദിക്കാറില്ല. നേരത്തെയൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെ ഒരു സീരിയലൊക്കെ കമ്മിറ്റ് ചെയ്ത് പിന്നെ 2-3 മാസം വർക്കിന് ഒന്നും അധികം എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം അങ്ങനെ റെസ്റ്റിംഗ് ഒക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. അമ്പലങ്ങളിൽ പോകാനും ഭജന ഇരിക്കാനും നാട്ടിലേക്ക് പോകാനും എല്ലാത്തിനും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സമയം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പകൽ സമയങ്ങളിൽ അധികം ഫോൺ എടുക്കാതെ വൈകിട്ട് വന്നിട്ട് മിസ് കോൾസിലേക്ക് എല്ലാം തിരിച്ചു വിളിക്കും. ഈ ക്ലാസ് കാണുന്നവർക്ക് പലർക്കും വൈകുന്നേരം എൻ്റെ കോള് വന്നിട്ടുണ്ട്, 8 മണിക്ക് 9 മണിക്ക് 7 മണിക്കൊക്കെ. പിന്നെ വൈകുന്നേരങ്ങളിൽ പൊതുവേ എനിക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ 6 മണി മുതൽ ഒരു 8 മണി വരെ എന്തായാലും നാമജപവും പൂജയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കോൾസ് എടുക്കുന്നത് പ്രയാസമാവും. 6 മണിക്ക് ശരിക്കും എനിക്ക് ഇങ്ങനെ പൂജയൊക്കെ തുടങ്ങണമെങ്കിൽ ഞാനൊരു 5 മണിക്ക് തന്നെ കുളിച്ച് റെഡിയായി ഫ്രഷപ്പ് ആവണം. ഇതിൻ്റെ ഇടയിൽ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കൽ, ഉച്ചക്കലത്തെ ഭക്ഷണം ഉണ്ടാക്കൽ, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. രാവിലത്തെ പൂജ, ജപം, വായന, അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് എടുക്കൽ, അന്നദാനം സെറ്റാക്കൽ, മെസ്സേജുകൾ നോക്കൽ, എന്നും പരാതി പറയണല്ലോ കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ ഓരോ സിറ്റുവേഷൻ പറയണം. അപ്പം എന്താ സംബന്ധിച്ചാലേ ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അവർ ചിന്തിക്കരുത്, കണ്ടോ ഞാൻ വിളിച്ചിട്ട് മാതാജി എടുത്തില്ല, അങ്ങനെ ചിന്തിക്കരുത്. അപ്പം നമ്മൾ ഇന്ന കാര്യങ്ങളിലായിരിക്കും എന്നൊരു ഇത് വന്നാലേ അപ്പം അവർക്കറിയാം. അവർ ജസ്റ്റ് ഒരു മിസ് കോൾ കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കും. അങ്ങനെ മിസ് കോൾസുകളിലേക്ക് ഞാനിപ്പോൾ അങ്ങനെ വൈകുന്നേരങ്ങളായാലും തിരിച്ചു വിളിക്കാറാണ്. കാരണം അപ്പോൾ പിന്നെ എന്താ അറിയോ, ക്ലാസ് എടുക്കാനിരുന്നാൽ ഈ കോൾസും പെൻഡിങ് ആവും, മെസ്സേജും പെൻഡിങ് ആവും, ക്ലാസ് മാത്രം എടുത്തു പോകും, ഒന്നിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് കാരണം ഇപ്പോൾ രാവിലെ ക്ലാസ് ഇപ്പോൾ സമയമുണ്ട്, ഒരു 1.5 മണിക്കൂർ. ഇപ്പോഴത്തേക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ദോശ, ചട്നി, സഞ്ജുവിനുള്ള ജ്യൂസ് കാര്യങ്ങൾ, ബിന്ദുമ്മയ്ക്കുള്ളത്, ചോറ്, പരിപ്പും ചീരയും കറി വെച്ചത്, ക്യാരറ്റ് ഉപ്പേരി, പപ്പടം, എല്ലാം സെറ്റായി. തുണി കഴുകൽ കഴിഞ്ഞു, വീട് തുടയ്ക്കൽ കഴിഞ്ഞു, തുണിയെല്ലാം വിരിച്ചിട്ടു, പൂജ കഴിഞ്ഞു, ഭഗവാനുള്ള നിവേദ്യം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഞാൻ ജിമ്മിലേക്ക് പോകും. ജിമ്മിൽ പോയി തിരിച്ചു വന്ന് കുളിച്ച് ഫ്രഷപ്പായി വീണ്ടും ഉച്ചയ്ക്കുള്ള ഭഗവാന്റെ ഹാരം അണിഞ്ഞ് നിവേദ്യം കൊടുത്തിട്ട് നേരെ ഡബ്ബിങ്ങിന് പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷപ്പായി പൂജ ചെയ്ത് വൈകുന്നേരത്തെ ഹാരം അണിഞ്ഞ് അത് കഴിഞ്ഞ് എല്ലാ മിസ് കോൾസിലേക്കും തിരിച്ചു വിളിക്കും. രാത്രിക്കുള്ള ഡിന്നർ ഒരു 1 അവർ കൊണ്ട് റെഡിയാക്കി അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുളിച്ചൊന്ന് ഫ്രഷ് ആയി. ഒരു ദിവസം 4 കുളി കേട്ടോ. അതിവിടെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കും. ഒരു ദിവസം 4 കുളിയും 4 നൈറ്റിയും. അത് കഴിഞ്ഞ് ഭഗവാനുള്ള അത്താഴം കൊടുത്ത് നിവേദ്യമൊക്കെ കൊടുത്ത് ഹാരമൊക്കെ അണിഞ്ഞ് ആ പണി കഴിഞ്ഞ് പിന്നെ ചില നല്ല മൂടാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് മെസ്സേജ് നോക്കും. അതല്ല ഉറക്കം വരണു വയ്യ എന്നൊക്കെ ആണെങ്കിൽ നേരെ പോയി കിടന്ന് ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കും. ബുക്ക് വായിച്ച് അങ്ങനെ കിടന്നു പോകും, അങ്ങനെ ഉറങ്ങിപ്പോകും. പിന്നെ അഗെയിൻ വീണ്ടും എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഓടി രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് ഷൂട്ടിന് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റുകളിൽ പോവുക, ഷൂട്ടിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോവുക, അങ്ങനെയുള്ളത്. ഇന്നിപ്പോൾ ഒന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്കുള്ള കാപ്പിപ്പൊടി, ഭഗവത്ഗീത, കണ്ടിമാല എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാം ഒന്ന് അയക്കാനുണ്ട്. അപ്പം അതും കൂടെ അയച്ചു വരുമ്പം നാളെയും മറ്റന്നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം കൂടെ മേടിച്ചിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ പോണു ദിവസങ്ങൾ. പക്ഷെ അതൊരു രസമാണ്.
എന്താ പറയാ, ഒരു സന്തോഷമാണ്. നമ്മൾക്ക് ഒരു വെറുതെ ഇരിക്കാൻ ഒരു സമയം കിട്ടുന്നില്ല. അതൊരു ആനന്ദം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെറുപറയെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ പിന്നെ പൂവൊരുക്കാനും പൂ നന്നാക്കാനും തുളസിയൊക്കെ ഡെയിലി നമുക്ക് 2 കിലോ തുളസി വേണം. അപ്പോൾ തുളസി നന്നാക്കാനും എല്ലാം മഹേഷ് ചേച്ചിയും പ്രിയ ചേച്ചി എല്ലാം കൂടും. വിരിച്ചിട്ട് പോയതെല്ലാം ഞാൻ വരുമ്പോഴേക്കും അവരെടുത്ത് എല്ലാം മടക്കി സെറ്റാക്കി അവരെല്ലാം റെഡിയാക്കി വെച്ച് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. അങ്ങനെ പോണ ദിവസങ്ങൾ. ഓക്കെ മാതാജി. എനിക്ക് വൈകുന്നേരം മാതാജി എന്നെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. ഒരു 5 മണി 5:30 ആ സമയത്തൊന്ന് വിളിച്ചോളൂ കേട്ടോ. വിഷമിക്കണ്ട, അത് കിച്ചൂട്ടാൻ കൊണ്ടുവരും. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. ഇല്ല പുഷ്പാമ്മ, ക്ലാസ് തുടങ്ങുന്നുള്ള അതിനിടയ്ക്ക് കുറച്ച് നാട്ടുവിശേഷം പറഞ്ഞതാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും നമ്മുടെ ഇത് വേണമെങ്കിലേ, കാപ്പിപ്പൊടി വേണമെങ്കിൽ ഒന്ന് എനിക്ക് പെട്ടെന്ന് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടുള്ളൂ, ഞാൻ ഇന്ന് അയച്ചു തരാം. ഭഗവത്ഗീതയും ഇവിടെ എൻ്റെ കയ്യിലുണ്ട്, കണ്ടിമാലയും ഉണ്ട്, ക്ലിക്കറും ഉണ്ട്. ബാക്കി കൃഷ്ണാവബോധവും കുറച്ചുണ്ട്, വൈഷ്ണവഗീതങ്ങളും കുറച്ചുണ്ട്. അത് നല്ല ബുക്കാണ്. നമുക്ക് ഈ കൃഷ്ണാവബോധം, അതായത് കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കുറെ ഡൗട്ട്സ് ഉണ്ട് അല്ലേ. ഭഗവാനെ എങ്ങനെ ആരാധിക്കണം, എന്തൊക്കെ മന്ത്രങ്ങൾ ചൊല്ലണം. അപ്പം ഗരുഡ പുരാണമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ചെന്നൈയിൽ നിന്ന് ഞാൻ അയക്കുന്നത് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എറണാകുളം ഓൺലൈൻ സ്റ്റോറിനാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, എന്ത് ബുക്സ് ആണോ ആവശ്യമുള്ളത്, അതെല്ലാം എനിക്ക് ഇത് വാട്സപ്പിലേക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ അയച്ചു തരാം. ഇവിടെ നിന്ന് അയക്കുന്നതെല്ലാം ഇന്നും നാളെ ആയിട്ട് പോകുക, അതുകൊണ്ടാണ്. പിന്നെ മഹാഭാരതം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറെ അയച്ചു കൊടുത്തതിന്റെ എന്താ പറയാ പേയ്മെന്റ് കളക്ട് ചെയ്യാനുണ്ട്. അത് ഒരു ഒഴിവ് ദിവസം പോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ആരും അയ്യോ മാതാജിക്ക് സാധനം വാങ്ങിയിട്ട് 2 മാസമായി 3 മാസമായി അവർ വിളിച്ചതുമില്ല നമ്മൾ കൊടുത്തതുമില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. അത് ഇവിടുന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പയ്യെ വിളിച്ചോളും. ധൃതിപ്പെടണ്ട. എൻ്റെ മഞ്ജരീസ് കുടുംബത്തിനല്ലേ അയച്ചു തന്നത്, അതെവിടെയും പോവില്ല എന്ന് എനിക്കറിയാവുന്ന സമാധാനമുണ്ട്. അതൊന്നും ഓർത്ത് ടെൻഷൻ വേണ്ട. ഇപ്പം മോൻ വീട്ടിലുണ്ട്, അവൻ ഓൺലൈൻ ക്ലാസ് ആണ്. പിന്നെ നാളെ അന്നദാനം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗുരുവായൂരൊക്കെ കൊടുക്കാൻ വെച്ച എല്ലാ പെൻഡിങ് അന്നദാനങ്ങളും 600ഓളം അന്നദാനം നമ്മൾ വൃന്ദാവനത്തിൽ കൊടുത്തു. അത് തന്നതും ഓർമ്മയിലുള്ളതും ഓർമ്മയിലില്ലാത്തതും എല്ലാം കൊടുത്തു തീർത്തു. അവിടെ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഇത് ഗെറ്റ് ടുഗദറിന്റെ ടൈമിന് 10, 400, 450 അന്നദാനം ഉണ്ടായിട്ട് 200 എണ്ണം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത്രയല്ലേ അവിടെ ആൾക്കാരുള്ളൂ. അപ്പം തരാം ഒന്ന് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. കൃഷ്ണാവബോധവും വൈഷ്ണവഗീതങ്ങളും നിങ്ങൾ വാങ്ങുന്നതും വായിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ബിന്ദുമ്മ ഒരു ഹെൽപ്പ് ചെയ്യാവോ? അപ്പൊ കാണിച്ചരാ ബുക്ക്. 2 കാര്യം, എനിക്ക് ഒരു ബോട്ടിൽ വെള്ളവും വേണം. ഈ കൃഷ്ണാവബോധവും വൈഷ്ണവഗീതവും ഒന്ന് എടുത്തരും. എന്താ പറയുക, ഇവിടെ ഇരുന്നാലേ ഞാനൊരു സെറ്റപ്പിലായിരിക്കുന്നത്. നമ്മുടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നൊരു പില്ലോ ഉണ്ട്. ആ പില്ലോയും അതിൻ്റെ അടിയിൽ ഒരു പില്ലോ വേറെ ഇട്ടിട്ട് കാലൊക്കെ ചമ്രം പടിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് കുറെ വയറുകളും ഒക്കെയാണ് ഇവിടുന്ന്. മൊബൈലിൻ്റെ വയറുകൾ, ലൈറ്റ്സിൻ്റെ വയറ്, സ്പീക്കറിൻ്റെ വയറ്, എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ വയറ്, കുറെ വയറുകൾക്ക് നടുവിലാണ് ഞാൻ ഇരിക്കുന്നത്. അതാ ഇവിടുന്ന് എണീറ്റ് പോകാൻ പറ്റാത്തത്. അത് അങ്ങോട്ട് തളിക്കും. കാണിച്ചു തരാം, ആ ബുക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല നല്ല സെറ്റപ്പ് ബുക്കാണ്. അത് ഇസ്കോണെന്ന് വരുന്നതാണ്. മേലെ അതിൻ്റെ മേലെ ഇരിക്കുന്ന ബുക്ക് കണ്ടോ. അപ്പം അതൊന്ന് ഇതാക്കിയാലേ, ഞാൻ ക്ലാസ്സിലാണ് പറയുന്നത്. ഇതാണ് കേട്ടോ കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം. ഇത് വൈഷ്ണവ ഗീതങ്ങളുമാണ്. ഇത് രണ്ടുമാണ് നമുക്ക് എന്താ പറയാ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകം. അപ്പൊ നമസ്തേ. ഈ വൈഷ്ണവഗീതങ്ങളിൽ എന്താ അറിയോ, നമുക്ക് ഈ ജപിക്കുന്നതിന് മുൻപേയുള്ള പഞ്ചതത്വ മന്ത്രം ഇല്ലേ, അതൊക്കെ ഇതിലുണ്ട്. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഈ മന്ത്രം എന്താണ് എന്നുള്ളത് ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ നനഞ്ഞ അയാൾ ഫോൺ എടുക്കലേ, പുസ്തകത്തിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന്, അതിന്റെ അർത്ഥം എന്താണെന്നുള്ളതുണ്ട്. നോക്കിക്കേ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ അംശവിസ്തരണമായിരിക്കുന്ന ശ്രീ നിത്യാനന്ദ പ്രഭുവും അദ്ദേഹത്തിന്റെ അവതാരം ശ്രീ അദ്വൈത പ്രഭുവും അന്തരംഗ ശക്തി ഗദാധര പ്രഭുവും തടസ്ഥ ശക്തി ശ്രീവാസ പ്രഭുവും മറ്റ് അസംഖ്യ ഭക്തന്മാരും ഉണ്ടാകും. അവർക്ക് സാധന പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട്. അതുപോലെ അവിധേയാധിദേവ പ്രണാമം, അതെന്താണെന്നുള്ളതും ഇതിൻ്റെ അകത്തുണ്ട്. സംഭാതിദേവ പ്രണാമം, അതുപോലെ പ്രയോജനാധിദേവ പ്രണാമം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മന്ത്രജപത്തിലൂടെ ഉളവാകുന്ന അതീന്ദ്രിയ സ്പന്ദനമാണ് നമ്മുടെ കൃഷ്ണാവബോധത്തിന്റെ പുനരുജ്ജീവനത്തിനുതകുന്ന ദിവ്യമാർഗം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കാം. ലാലി മാതാജി ഒന്നുകൂടി മെസ്സേജ് ഇട്ടോളൂ, ഞാൻ ഇന്ന് തന്നെ അതിന് വേണ്ട ഏർപ്പാട് ചെയ്യാം കേട്ടോ.
പിന്നെ അതുപോലെ നമ്മുടെ ശ്രീല ഗൗരകിഷോര പ്രണാദി, ശ്രീ ഭക്തിവിനോദ പ്രണാദി, ശ്രീ ജഗന്നാഥ് പ്രണാദി, വൈഷ്ണവ പ്രണാമം, ഗൗരാംഗ പ്രണാമം, അതുപോലെ ശ്രീകൃഷ്ണ പ്രണാമം. ഇതില്ലേ, ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ, അങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ ഗുരുപരമ്പരയൊക്കെ എങ്ങനെയാണ്? രുക്മ മാതാജി, ഞാൻ എന്താ പറഞ്ഞത്? വീണ്ടും വീണ്ടും അതേ പറഞ്ഞാൽ അങ്ങനെ ആയിത്തീരും. നെഗറ്റീവിലേക്ക് പോകും. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ഭഗവാനോട് ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആ കാര്യം നടത്തി തരും. അതിനൊരു സമയം കൊടുക്കണം. നമ്മൾ ഇന്ന് ചെയ്ത് നാളെ പ്രാർത്ഥിച്ച് മറ്റന്നാൾ ശരിയാവണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എല്ലാ കാര്യങ്ങളും ഭഗവാൻ ശരിയാക്കി തരും. ആ വിശ്വാസമാണ് ഭക്തിയുടെ അടിസ്ഥാനം. ആ വിശ്വാസത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഗുരു പ്രണാമം. പിന്നെ ആരാണ് ശ്രീ ചൈതന്യ പ്രഭു? ഗുരു അഷ്ടകം എന്താണ്? നരസിംഹ പ്രണാമം എന്താണ്? നരസിംഹ പ്രാർത്ഥന എന്താണ്? തുളസി പ്രണാമം എന്താണ്? തുളസി കീർത്തനം എന്താണ്? തുളസി പ്രദക്ഷിണ മന്ത്രം എന്താണ്? ദർശന ആരതി എന്താണ്? അരുണോദയ കീർത്തനം എന്താണ്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ വിഷ്ണു തിലകം നമ്മൾ ഇടുന്ന എന്തിനാണ്, അതെങ്ങനെയാണ്, അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകം നമുക്ക് എക്സാം റെഡി ആയി കഴിഞ്ഞു അല്ലേ? ഈ പുസ്തകം നമ്മൾ വായിച്ചിരിക്കണം. ഓക്കെ. പിന്നെ ഉള്ളത് കൃഷ്ണാവബോധം ഒരു വഴികാട്ടി, കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് ബിഗിനേഴ്സ് ഗൈഡ് എന്ന് പറയും. നമ്മൾ എന്താണ് കൃഷ്ണാവബോധം? ഇതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ ശ്രീല പ്രഭുപാദരുടെ പ്രാധാന്യം നമുക്കൊരു ഗുരു ജീവിതത്തിൽ അത്യാവശ്യമാണ് അല്ലെ? അപ്പൊ ആ ഗുരുവിന്റെ പ്രാധാന്യം എന്താണ്? പിന്നെ അതുപോലെ രാധാഷ്ടമി, വാമന ദ്വാദശി എന്താണ്? നഗര സങ്കീർത്തനം എന്താണ്? അതുപോലെ ശുചിത്വം എന്താണ്? തിലകം എങ്ങനെയാണ് ഇടേണ്ടത്? പാചകം ചെയ്യുന്ന പാത്രങ്ങൾ എങ്ങനെ വെക്കണം? പ്രസാദം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഇത് കണ്ടില്ലേ? നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതിനാവിനെ. ഗുരുവിനെ എങ്ങനെയാണ് പ്രണമിക്കേണ്ടത്? നൈവേദ്യം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? കൃഷ്ണപ്രസാദം എന്താണ്? അതുപോലെ കീർത്തനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഓം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നിധിനാമിനെ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. അദ്ദേഹത്തെ കുറിച്ചുള്ള മന്ത്രങ്ങളാണ് നമ്മുടെ ശീല പ്രഭുപാജിയെ കുറിച്ചുള്ള റിസൾട്ട് നല്ല തന്നെ വരും, പോസിറ്റീവായിട്ട് വരും, ധൈര്യമായിട്ടിരിക്കും. അപ്പൊ ഗുരു അഷ്ടകം എന്താണ്? തുളസി ദേവിക്ക് ആരതി ചെയ്യേണ്ടത് എങ്ങനെയാണ് തുളസി ദേവിയെ സംരക്ഷിക്കേണ്ടത്? ഒരു ഗൃഹത്തിൽ എങ്ങനെയാണ് ഒരു ക്ഷേത്രം വെക്കേണ്ടത്? എല്ലാം ഉന്നത ഭക്തന്മാരിൽ നിന്നുള്ള ശ്രവണം എന്താണ്? ആത്മീയ ഗ്രന്ഥപാരായണം എന്താണ്? ജപിക്കേണ്ടത് എങ്ങനെയാണ്? കീർത്തനം എന്താണ്? സാധനയുടെ ആവശ്യകത എന്താണ്? ഗുരുവും ദീക്ഷയും എന്താണ് എന്ന് വേണ്ട നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ വൈഷ്ണവ ഗീതങ്ങളും കൃഷ്ണാവബോധവുമാണ്. ഒപ്പം നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും എന്താ കയ്യിൽ വെക്കേണ്ടത്? ഒരു ഭഗവത്ഗീത നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ അത് വേണം. മനസ്സിലായോ? ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമാണ്. അറിയാലോ, ഭഗവാന്റെ ശബ്ദമാണ്. അപ്പോൾ ഭഗവാൻ നമുക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ്. അല്ലാതെ അതും വെറും ഒരു ബുക്കായിട്ട് നമ്മൾ കാണരുത്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇന്നും ഇന്നലെയായിട്ട് വായിച്ച ഒരു കാര്യം ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദം ആൾക്കാർ വായിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ശൃംഗ വില്യംസ് മാം. അപ്പോൾ ആ മാതാജി എന്ന് പറയാൻ കുഴപ്പമില്ല, മാതാജി തന്നെയാണ് ശൃംഗ വില്യംസ് മാം. നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ, ശാസ്ത്ര ലോകത്തിൽ തന്നെ അഭിമാനകരമായിരിക്കുന്ന, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി നോക്കി കാണാൻ പറ്റുന്ന ഒരു ഉയർന്ന വ്യക്തിത്വത്തിനുടമയായ സുനിത മാം അവിടെ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അവർ കയ്യിൽ കരുതിയത് ഭഗവത്ഗീതയാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം ഗീതയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? ആ ഭഗവത്ഗീത എന്താണ്, ആ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. ആ മാതാജി തന്നെ ഭഗവത്ഗീത അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭഗവത്ഗീത എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അവരേത് മതവിശ്വാസിയാണ്, എന്നിട്ടും അവരെന്താണ് അത് കയ്യിൽ കരുതാനുള്ള കാരണം? ഗണപതി വിഗ്രഹവും വിഘ്നങ്ങൾ അകറ്റിക്കൊണ്ട് ഭഗവാനിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ് അവർ കാണിച്ചു തന്നത്. അപ്പൊ അത്രയും അടിസ്ഥാനപരമായി അവർ പറയുന്നു, ആ ഗണപതി വിഗ്രഹവും ആ ഗീതയുമാണ് ഞങ്ങളെ ഇത്രത്തോളം ഉയർത്തിയത്, രക്ഷപ്പെടുത്തിയതെന്ന്. അത്രയും ഹൃദയത്തിൽ തൊട്ട് പറയുമ്പോൾ ഒരു വാക്കിന്റെ അപ്പുറത്ത്, ഒരു മെസ്സേജിന്റെ അപ്പുറത്ത്, ഒരു ആവശ്യത്തിന്റെ അപ്പുറത്ത് നമ്മൾക്ക് ഇന്ന് ഗീത ലഭിക്കാൻ ഈസി ആയിരിക്കുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും നമ്മൾ അത് കരസ്ഥമാക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു തെറ്റാണ്. ഗീത കയ്യിൽ വാങ്ങി വെക്കുന്നതിനും ഒരു സമയമുണ്ട്, അത് തുറക്കുന്നതിനും ഒരു സമയമുണ്ട്, അത് കേൾക്കുന്നതിനും ഒരു സമയമുണ്ട്, ഒരു യോഗമുണ്ട്, ഒരു ജന്മനിയോഗമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീത വാങ്ങി വെക്കുക. നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ ഗീതയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭഗവത്ഗീത നിർബന്ധമായിട്ടും എല്ലാവരും വാങ്ങി വെക്കണം കേട്ടോ. എനിക്ക് മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ ഇപ്പം തന്നെ ഞാൻ വീണാണ്. മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരും. മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. ഇതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് തരിക. അതുപോലെ നമ്മുടെ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി എനിക്ക് ഞാൻ പറഞ്ഞ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് തരാം. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആയിരിക്കും, വേറെ മെസ്സേജുകളൊന്നും തന്നെ നിങ്ങൾക്ക് വരില്ല ഗ്രൂപ്പിൽ. എന്നൊക്കെ സൂപ്പർ അപ്പോൾ വേറെ മെസ്സേജസ് ഒന്നും വരില്ല. നമ്മുടെ അഡ്മിൻസ് മാത്രമായിരിക്കും അതിൽ മെസ്സേജസ് പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കൃത്യം 6 മണിക്ക് നമുക്കൊരു ഗാനമഞ്ജരി വരും, ഒരു കീർത്തനം, ഭഗവാന്റെ ഒരു കീർത്തനം വരും. അത് കഴിയുമ്പോൾ ഒരു പ്രഭാത മഞ്ജരി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മോട്ടിവേഷണൽ ടോക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലെറ്റേഴ്സ് കുറെ എഴുതുന്നത് അറിയാലോ, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, അത് വരും. അത് അതാത് ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് വെറുതെ എഴുതി വരുന്നതല്ല, ആ ഡേറ്റിന് ഒരു പ്രത്യേക രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അന്നത്തെ നക്ഷത്രം ഏതാണ്, തിഥി ഏതാണ് എന്നൊക്കെ, യെസ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അപ്പം തിഥി ഏതാണെന്നൊക്കെ നോക്കി അതെല്ലാം ചെയ്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ടോക്ക് തരും, അത് വായിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഉച്ചപൂജ അലങ്കാരം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതാത് ദിവസം കിച്ചുവിൻ്റെയും രാധാറാണിയുടെയും ഹാരത്തിന്റെ പിക്സ് വരുന്നുണ്ട്. അന്നദാനം ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വരും. നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടോ ഇല്ലയെന്ന് വരും. ക്ലാസ് നടക്കുമ്പോൾ അതിന്റെ ലിങ്ക് ആ ഗ്രൂപ്പിൽ വരും. അത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഗാനമഞ്ജരി വരും. പിന്നെ നമുക്ക് ഏകാദശി വരുമ്പോൾ ഏകാദശിയുടെ കാര്യങ്ങൾ, അതുപോലെ മറ്റെന്തെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ ഓഡിയോസ് നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്, ഓഡിയോസ്, റൈറ്റപ്സ് അതൊക്കെ വരും. ഇപ്പോൾ നമുക്ക് ഹോളി എന്താണ്, അല്ലെങ്കിൽ കാർത്തിക എന്താണ്, ദീപാവലി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ളൊരു വ്യക്തമായ ചെറിയൊരു ഓഡിയോസ് അതിൽ പോസ്റ്റ് ചെയ്യും. അല്ലാതെ ഒരാൾക്ക് പോലും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും ഇടാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇട്ടിട്ട് നമ്മുടെ ഗ്രൂപ്പ് ആർക്കും ഡിസ്റ്റർബൻസ് തരില്ല. ഒരു കാരണവശാലും ആർക്കും അതിലൊരു മെസ്സേജ് ഇടാൻ പറ്റില്ല. നമ്മുടെ അഡ്മിൻസ് മാത്രമായിരിക്കും അതിൽ മെസ്സേജ് ഇടുന്നത്. അവരാണ് ആ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്നവർക്ക് യൂട്യൂബിന്റെ ഗ്രൂപ്പിൽ ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രമായിട്ട്. ഫേസ്ബുക്കിലൂടെ ക്ലാസ് കാണുന്ന സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ജെൻസിന് മാത്രമായിട്ടൊരു കോമൺ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗ്രൂപ്പിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പരസ്പരം ആരെങ്കിലും നമ്പർ എടുത്ത് വിളിക്കുകയോ മെസ്സേജുകൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിന് നേരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്പർ ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടില്ല. അത്രയും സേഫ് ആയിട്ടാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ രാത്രി വീണ്ടും ഒരു ഗാനമഞ്ജരി നമ്മൾ പോസ്റ്റ് ചെയ്യും. വ്യത്യസ്തമായിരിക്കുന്ന ഭക്തി ഗാനങ്ങൾ അതിൽ കേൾക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ ഇടുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് മാത്രം പോസ്റ്റ് ചെയ്യുക. മെസ്സേജിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നാളെ അന്നദാനമുണ്ട്. നാളത്തേക്ക് നമുക്ക് 21 അന്നദാനം, വീണ്ടും നമ്മൾ അന്നദാനം സ്റ്റാർട്ട് ചെയ്തപ്പം 21 അന്നദാനമുണ്ട്. മാക്സിമം നമ്മൾ 51 അന്നദാനമാണ് കൊടുക്കുന്നത്. അപ്പം ആഴ്ചയിൽ 3 ദിവസമായിരിക്കും നമ്മളിനി അന്നദാനം കൊടുക്കുന്നത്. ആ 3 ദിവസത്തിൽ നാളത്തെ 1ാമത്തെ ദിവസമാണ്. ആർക്കെങ്കിലും അന്നദാനം കൊടുക്കണമെങ്കിൽ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് തരിക. പിന്നെ മറ്റു വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പ്രാർത്ഥനകളെല്ലാം സഫലമാക്കി തരും ഭഗവാൻ. ക്ഷമയോടുകൂടി ഭഗവാന്റെ ആ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രയാസപ്പെടരുത്. ദുഃഖങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുക. മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് തക്കതായ കോൾസ് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും. സപ്പോസ് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത പക്ഷമുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് തരുന്നതായിരിക്കും. അതുകൊണ്ട് ആരോടും പറയാൻ പറ്റാതെ വിഷമിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവാതെ ധൈര്യമായിട്ട് മഞ്ജരീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അധ്യായം 7 ഭഗവത്ഗീതയിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗത്തെക്കുറിച്ചാണ്. ഒപ്പം നമ്മൾ കൽക്കി പുരാണവും പഠിക്കുന്നുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. ഇതിലിപ്പം നമ്മൾ 10ാമത്തെ ശ്ലോകം പഠിക്കുന്നു. ബീജമ്മ സർവഭൂതാനാം വിദ്ധി പാർത്ഥേ സനാതനം ബുദ്ധിർബുദ്ധിമതമസ്മി തേജോസ്തേവസ്തുജിനാമഹം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? കൃഷ്ണൻ അർജുനനോട് എന്തോ ഒന്ന് പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല, കാരണം സംസ്കൃതം
അർത്ഥം നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഭഗവാൻ പറയുന്നു, പാർത്ഥ, ഹേ പാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഭഗവാനെ തന്നെയാണ് വിളിക്കുന്നത്, അർജുനനെയാണ് വിളിക്കുന്നത്. പാർത്ഥ, മാം എന്നാൽ എന്നെ. എന്താണ് പറയുന്നത്? മാം. മാം എന്ന് പറഞ്ഞ സംസ്കൃതത്തിലെ എന്നെ. സർവഭൂതാനാം, അതായത് സർവ്വജീവജാലങ്ങളുടെയും എല്ലാ ജീവികളിലും സനാതനം. സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മത്തെയാണ് പറയുന്നത്. സനാതന ധർമ്മം, ഹൈന്ദവ ധർമ്മം, ഹിന്ദുയിസം, ഇതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. ഓക്കെ. ബീജം. ബീജം എന്നത് വിദ്ധി. ഓക്കെ. പിന്നെ നീ അറിഞ്ഞാലും എന്ത് പറയുന്നു? ബുദ്ധിമതാം, ബുദ്ധിമാന്മാരുടെ ബുദ്ധി. ബുദ്ധിയും അസ്മി. അസ്മി എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു. സംസ്കൃതത്തിൽ അസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ, എന്റേത്, ഞാനാകുന്നു. തേജസ്സിന, തേജസ്സികളുടെ തേജസ്, അതായത് നല്ല ബ്ലെസ്സിംഗ് എന്നൊക്കെ പറയില്ലേ, തേജസ്. അഹം, അതും ഞാനാകുന്നു. അതായത് ഭഗവാൻ പറയുന്നു സർവ്വതും അദ്ദേഹമാണെന്ന്. എ കംപ്ലീറ്റ് മാൻ, പരമദിവ്യോത്തമ പുരുഷൻ, അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ. ഭഗവാന്റെ മുകളിലേക്ക് ഒന്നും തന്നെയില്ല, ഭഗവാനാണ് ടോപ്പസ്റ്റ്. ഇതാണ് ഭഗവാൻ അതിലൂടെ പറയുന്നത്. കുറച്ചും കൂടെ ഭംഗിയായിട്ട് നോക്കിയാല്, ഹേ കുന്തി പുത്ര, കുന്തി ദേവിയുടെ മകനെ, കുന്തി പുത്ര, പാർത്ഥ, അർജുനനെ വിളിക്കുകയാണ് ഭഗവാൻ. സർവ്വ ജീവജാലങ്ങളുടെയും ആദി ബീജം ഞാനാകുന്നു. അതായത് എല്ലാത്തിന്റെയും തുടക്കം, എല്ലാ ജീവജാലങ്ങളുടെയും സ്റ്റാർട്ടിങ്, തുടക്കം, അത് ഭഗവാനാണെന്നാണ് പറയുന്നത്. നീ അത് അറിയണം കുന്തിപുത്ര. ബുദ്ധിമാന്മാരുടെ ബുദ്ധി, നമ്മളെന്താ വിചാരിക്കുക, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, ഞാൻ നല്ല സ്മാർട്ടാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണ്. നമ്മളൊന്നുമല്ല. പക്ഷെ ഇതെല്ലാം നമ്മുടെ ബുദ്ധി, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കഴിവ്, നമ്മളുടെ എല്ലാം, അതെല്ലാം ഈശ്വരനാണ് എന്നാണ് പറയുന്നത്. ശക്തിയും തേജസ്സികളുടെ തേജസ്സും ഞാനാകുന്നു. എല്ലാത്തിന്റെയും പവർ, ശക്തി, അതാരാണ്? ഭഗവാനാണ്. തേജസ്സികളുടെ തേജസ്, അതും ആരാണ്? ഭഗവാനാണ്. ബീജം എന്നാൽ വിത്ത്, നമുക്കറിയാം അല്ലെ. ഒരു ബീജം എന്ന് പറയുന്നത് എന്താണ്? വിത്താണ്. ആ വിത്ത് കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ബീജം. ഒരു മനുഷ്യൻ ഉണ്ടാവുന്നതിന്റെ തുടക്കം. ഇപ്പം എന്റെ അമ്മയുടെ 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 അമ്മ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകും ജനറേഷൻ. അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട്. ആ സ്റ്റാർട്ടിങ് എന്താണ്? ഭഗവാനാണ്. ഏത് മൃഗങ്ങളെ എടുത്താലും, ഏത് സസ്യങ്ങളെ എടുത്താലും, ഏത് ജീവജാലങ്ങളെ എടുത്താലും, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ സമസ്ത ജീവജാലങ്ങളുടെയും സ്റ്റാർട്ടിങ് ഭഗവാനാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ചരാചരങ്ങളായിരിക്കുന്ന ജീവജാലങ്ങൾ പലതുണ്ട്. നമ്മുടെ ഈ ചുറ്റുപാട് എൻവിയോൺമെന്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ ജീവികളുണ്ട്. മനുഷ്യനുണ്ട്, ചെടിയുണ്ട്, അനിമൽസ് ഉണ്ട്, കുറേ ഉണ്ട്. ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം പക്ഷികളും മൃഗങ്ങളും മനുഷ്യനും ജീവികളും അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന കുറേ ജീവികളുണ്ട്. അതിലെല്ലാം ചലിക്കുന്നതും ചലിക്കാത്തതും, അതായത് ഈ ചെടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ നിൽക്കും. ഓക്കെ. മനുഷ്യരും ജീവികളാണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അനങ്ങുന്നതും അനങ്ങാത്തതുമായിരിക്കുന്ന എല്ലാം അതിൽപ്പെടുന്നുണ്ട്. അവയ്ക്ക് വെറുതെ നിൽക്കാൻ മാത്രമേ കഴിയൂ അല്ലെ. ഒരു ചെടിയാണെങ്കിൽ ആ ചെടിക്ക് ഇങ്ങനെ നിൽക്കാനേ പറ്റൂ, നടക്കാൻ പറ്റില്ല. മനുഷ്യനും ആനിമൽസിനും ഒക്കെ നടന്നു പോകാൻ പറ്റും, പക്ഷെ ചെടികൾക്ക് ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവി വർഗങ്ങളും, അതായത് ഈ ലോകത്തിലെ ഈ എൻവിയോൺമെന്റിലെ കംപ്ലീറ്റ് ജീവികളും എല്ലാ ജീവജാലങ്ങളും 84 ലക്ഷം ജീവജാതി വിഭാഗങ്ങളിൽ പെടുന്നു എന്നാ പറയുന്നത്. എത്ര? 84 ലക്ഷം, 84 lakhs ഡിഫറെന്റ് ടൈപ്സ് ജീവികളുണ്ട്. എല്ലാ ജീവജാലങ്ങളും ഇതിൽ പെടുന്നുണ്ട്. ഇപ്പൊ പാമ്പ് എടുക്കുകയാണെങ്കിൽ, സ്നേക്ക് എടുത്താൽ ഡിഫറെന്റ് സ്നേക്സ് ഉണ്ട് അല്ലെ. ഒരുപാട് പാമ്പുകളുണ്ട്. മനുഷ്യനെടുത്താൽ ആസാമീസ്, മിസോറാം, കേരള, തമിഴ്നാട്, കർണാടക എല്ലാം ഡിഫറെന്റ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്മാരുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ ഭഗവാൻ ഗീതയിൽ പറയുന്നു 84 lakhs, 84 ദശലക്ഷം, 84 ലക്ഷം അല്ല, 84 ദശലക്ഷം ജീവി വർഗങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. ഇതെല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് എവിടെയാണ്? ഭഗവാനാണ്. ചിലത് ചരങ്ങളും ചിലത് അചരങ്ങളുമാണ്. ചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കാൻ പറ്റുന്നത്, അതായത് ഇവിടുന്ന് അവിടെ പോകാൻ പറ്റും, അവിടുന്ന് ഇവിടെ പോകാൻ പറ്റും. പക്ഷെ അചരങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ പറ്റാത്തത്, അനങ്ങാൻ പറ്റാത്തത്, ഈ ചെടികൾ പോലെയുള്ളത്. ഇവയുടെ എല്ലാം ആദിമ ബീജം കൃഷ്ണനാണ്. ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് ഭഗവാനാണ്. ബ്രഹ്മം അഥവാ പരമനിരപേക്ഷ സത്യമാണ് എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം എന്ന് വൈദിക സാഹിത്യം പറയുന്നു. കൃഷ്ണനാണ് പരബ്രഹ്മം. വൈദിക സാഹിത്യത്തില്, നമ്മുടെ വേദങ്ങളിൽ പറയുന്നു എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് കൃഷ്ണനാണ്. അതുകൊണ്ടാണ് കൃഷ്ണനെ പരബ്രഹ്മം എന്ന് വിളിക്കുന്നത്, പരമാത്മാവ് എന്ന് വിളിക്കുന്നത്. ബ്രഹ്മം അവ്യക്തിഗതവും പരബ്രഹ്മം വ്യക്തിഗതവുമാണ്.
എന്താ പറയാ, ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹം എല്ലാത്തിൻ്റെയും ടോപ്പസ്റ്റ് ആണ് പഠിച്ചു. ആ ഭഗവാനെ കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ. അവ്യക്തിഗതമായ ബ്രഹ്മം വ്യക്തിഭാവത്തിൽ നിലകൊള്ളുന്നു എന്നാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തം. അവ്യക്തിഗത ഭാവം എന്താണ്? അതിനാൽ എന്താ പറയുന്നത്, അവ്യക്തിഗതമായിരിക്കുന്ന ബ്രഹ്മം വ്യക്തിഭാവത്തിൽ, കൃഷ്ണൻ എന്ന് പറയുന്ന ഭാവത്തിൽ നിലകൊള്ളുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതിനാൽ കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, മൗലിക സ്ഥാനം. അദ്ദേഹമാണ് തായ്വേര്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും റൂട്ട്, തായ്വേര്. വേര് മഹാവൃക്ഷത്തെ എന്ന പോലെ സകലതിനും അടിവേരായ കൃഷ്ണൻ ഈ ഭൗതിക ആവിഷ്കാരങ്ങളെ എല്ലാം നിലനിർത്തി പോരുന്നു. എല്ലാത്തിൻ്റെയും ബേസ്മെന്റ് ആയിരിക്കുന്ന കൃഷ്ണൻ ഈ ലോകത്തെ, ഈ എൻവിയോൺമെന്റിനെ തന്നെ എന്ത് ചെയ്തു വരുന്നു? ഇങ്ങനെ നിലനിർത്തി വരുന്നു. ഇപ്പൊ ഇന്നലെ സുനിത വില്യംസ് മാം ഇവിടെ എത്തി. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ശാസ്ത്രലോകം ഭയങ്കര സംഭവമായി, ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന് പറയും. പക്ഷേ ഈ ശാസ്ത്രം ജയിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനു വേണ്ട ബുദ്ധി ആര് കൊടുത്തു? അതായത് സുനിത വില്യംസ് മാമിന് ആ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ജീവൻ പോവില്ല. ഇത് ഭഗവാൻ ഓൾറെഡി ഡിസൈഡഡ് ആണ്. മനസ്സിലായില്ലേ? ഭഗവാൻ ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഒരു മനുഷ്യൻ എവിടെ വെച്ച് ജനിക്കണം, എവിടെ വെച്ച് മരിക്കണം, അത് ഭഗവാൻ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മാതാജി ഇവിടെ എത്തി. ക്ലിയർ? അതിന് എത്താൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ നിമിത്തമായി. അവർക്ക് വേണ്ട ബുദ്ധി ഭഗവാൻ കൊടുത്തു. മനസ്സിലാവണം? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ ബുദ്ധി ഭഗവാൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഇവർക്ക് എന്താ സംഭവിക്കുക? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കില്ല. അത്രയും നോളേജ് ഭഗവാൻ കൊടുത്തു, അറിവ് കൊടുത്തു. അതുകൊണ്ടാണ് അത് ശരിയായത്. അപ്പൊ അവര് ഇവിടെ എത്താൻ കുറെ പേര് നിമിത്തമായി. ആ നിമിത്തത്തിന് ഭഗവാൻ തന്നെ ഇവരെ എല്ലാവരെയും എന്ത് ചെയ്തു? നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു. അതാണ് അതിന്റെ റീസൺ. അദ്ദേഹം തീരുമാനിച്ചു, ഇത്ര ദിവസം ഇവർ ഇന്ന സ്ഥലത്തിരിക്കണം, ഇത്ര ദിവസം ഇവർ ഇന്ന സ്ഥലത്തിരിക്കണം. നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന് അവിടെ പോവും, ഞാൻ ഇന്ന് ഇവിടെ പോവും. ഇതൊന്നും നടക്കില്ല. ഭഗവാൻ തീരുമാനിക്കുന്നു, ഇന്ന് ഇവരിവിടെ ചെല്ലട്ടെ, ഇന്ന് ഇവരിവിടെ ചെല്ലട്ടെ, ഇത്ര ദിവസം അവരിവിടെ ഇരിക്കട്ടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നത്. അല്ലാതെ നമ്മൾ ആരും വിചാരിക്കുന്ന പോലെ നമ്മൾ വലിയ എന്തോ സംഭവമായിട്ടല്ല ഇതൊന്നും നടക്കുന്നത്. അപ്പോ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇന്നും ഉണ്ട്, ഇല്ലേ? ഒരു മരണം ഇല്ലാതാക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ? എന്റെ ചോദ്യം അതാണ്. എത്ര കാലം, എത്ര വലിയ ഹൈ പൊസിഷനിലുള്ള ഡോക്ടർ ആയാലും ശരി, ലാസ്റ്റ് നേരം എന്താ പറയുക പേഷ്യന്റിനോട്? ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ആ ഡോക്ടറിന്റെ നാവിൽ നിന്ന് പോലും ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ലാസ്റ്റ് ഘട്ടം ദൈവമാണെങ്കിൽ, ഈശ്വരനാണെങ്കിൽ, അദ്ദേഹമാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഫൈനൽ ഡിസിഷൻ മേക്കർ ആരാണ്? ഡോക്ടറാണ്. ആണോ? അല്ല, ഈശ്വരനാണ്. അപ്പൊ ആ ഈശ്വരൻ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എത്ര ദൈവമില്ല എന്ന് പറയുന്ന ഒരാളും അത്യാഹിത ഘട്ടത്തിൽ, ആപത്ത് ഘട്ടത്തിൽ, ജീവൻ പോകുന്ന സമയത്ത് ഈശ്വരനെ വിളിക്കും. അപ്പൊ ആ ഒരു പരമസത്യം ഉണ്ട്, ഇല്ലേ? ആ പരമസത്യത്തെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓൾവേസ് റിമെമ്പർ ചെയ്യണം. എങ്കിൽ നമുക്ക് നല്ല വഴിയിലൂടെ പോകാൻ പറ്റും. അങ്ങനെ റിമെമ്പർ ചെയ്യാനാണ് നമുക്കൊരു ഗുരു ഉണ്ടാവേണ്ടത്. ആ ഗുരുവാണ് നമുക്ക് സത്സംഗങ്ങൾ എടുക്കാനുള്ള അറിവ് നൽകുന്നത്. ആ സത്സംഗങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ആകുന്നത്. ആ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ബേസ്മെന്റ്. ക്ലിയർ? അപ്പോ സകലതിനും അടിവേരായ കൃഷ്ണൻ ഈ ഭൗതികാവിഷ്കാരങ്ങളെ എല്ലാം നിലനിർത്തി പോരും. ഈ ഭൂമിയെ തന്നെ ഭഗവാൻ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് വരികയാണ്. കഠോപനിഷത്തിലും ഇത് പറയുന്നുണ്ട്. കഠോപനിഷത്തിലും ഇത് കൃത്യമായി പറയുന്നുണ്ട്. ബിന്ദുമ്മ കുറച്ച് വെള്ളം തരുമോ? നിത്യോ നിത്യാനാം ചേതനാശ്ചേതനാം വെള്ളം ഏകോ ബഹുനാം യോ വിദാധികാമാൻ എന്നാണ് കഠോപനിഷത്തിൽ പറയുന്നത്. നിത്യരിൽ വെച്ച് നിത്യൻ, എല്ലാ നിത്യമായതിലും വെച്ച് നിത്യമായതാണ് ഭഗവാൻ. സർവ ജീവാത്മാക്കളിലും വെച്ച് സമുത്കൃഷ്ടനാണ് അദ്ദേഹം. സർവ ജീവജാലങ്ങളിലും വെച്ച് ഉയർന്ന അവസ്ഥയിലാണ് അദ്ദേഹം. സർവഭൂതങ്ങളെയും അവിടുന്ന് തന്നെ പരിപാലിക്കുന്നു. എല്ലാത്തിനെയും കെയർ ചെയ്യുന്നത് ഭഗവാൻ തന്നെ. ബുദ്ധി ഇല്ലെങ്കിൽ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലേ? ബുദ്ധി ഇല്ലെങ്കിൽ ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ബുദ്ധി ആരാണ്? ഭഗവാനാണ്. എല്ലാം കുട്ടിയുടെ കേട്ടോ. താനാണ് ബുദ്ധിക്ക് കാരണമെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്, ഇല്ലേ?
നമുക്ക് എല്ലാവർക്കുള്ള ബുദ്ധിക്ക് റീസൺ ആരാണ്? ഭഗവാനാണ്. ഭഗവാനല്ലാതെ ഒന്നുമില്ല. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ പറയും നല്ല ബുദ്ധിയാണ് അവന്, നല്ല കഴിവുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ശക്തിയുണ്ട്. ഇതെല്ലാം ഭഗവാനാണ്. ഇതിൽ കുറഞ്ഞതൊന്നും സംഭവിക്കാനില്ല. എല്ലാം ഭഗവാനാണ്. ഭഗവാനെ മാറ്റി വെച്ചിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. ബുദ്ധിഹീനർക്ക് ഭഗവാൻ കൃഷ്ണനെ കാണാൻ കഴിയില്ല. ഭഗവാനെ തള്ളി പറയുന്നവർക്ക് ഒന്ന് ആലോചിച്ചാൽ അവർക്ക് ഭഗവാനെ അറിയാൻ മാത്രമുള്ള ബുദ്ധി, അനുഗ്രഹം ഭഗവാൻ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരത് മനസ്സിലാക്കിയാണ്. കൊടുക്കാത്തത് എന്താ? ഭഗവാൻ അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല, അതിനുള്ള അനുഗ്രഹം അവർക്ക് സിദ്ധിക്കാൻ സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് അത്രയും ഉയർന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്കത് കിട്ടാത്തത്. ഒരിക്കൽ കിട്ടും, അന്ന് അവർ ഭഗവാനെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ 11ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. 11ാം ശ്ലോകം എന്ന് പറഞ്ഞാൽ ഫലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്തി ഭരതർഷഭ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ, അല്ലയോ ഭരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായിരിക്കുന്ന ഫലം. ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. ധർമ്മമുള്ളതായിരിക്കുന്ന ലൈംഗിക ജീവിതവും അതും ഞാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അതായത് ബലവാന്റെ ബലം, ശക്തിയുള്ളവന്റെ ശക്തിയും അശക്തന്റെ രക്ഷയ്ക്ക് ഉപയോഗപ്പെടണം. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ, നമുക്കൊരു ശക്തി ഉണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഉള്ളവനോട് മത്സരിക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ നമ്മൾ അത് വിനിയോഗിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ അതെൻ്റെതാണ്, എനിക്കുള്ള കഴിവാണ്, ഞാനത് കൊടുക്കില്ല, ഞാനത് ചെയ്യില്ല എന്നും പറഞ്ഞിരിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. സ്വന്തം മേന്മയ്ക്ക് വേണ്ടിയല്ല അത് ഉപയോഗപ്പെടുത്തേണ്ടത്. അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ കഴിവ് ഉപയോഗപ്പെടുത്തേണ്ടത്. മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ധർമാനുസൃതമായിരിക്കുന്ന ലൈംഗിക ജീവിതം സന്താനോത്പാദനത്തിന് വേണ്ടിയാണ്. സന്തതി പരമ്പരകൾ നിലനിർത്താൻ വേണ്ടിയാണ് ലൈംഗിക ജീവിതത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്. പിന്നീട് മക്കളിൽ കൃഷ്ണാവബോധം ഉളവാക്കുന്നതും അച്ഛനമ്മമാരുടെ കടമയാണ്. നമ്മുടെ മക്കൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അച്ഛന്റെ അമ്മയുടെയും ആണ് എന്നാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. നമ്മളിങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവർക്ക് ഗീത കൊടുക്കണം, മഹാഭാരതം കൊടുക്കണം, വായിപ്പിക്കണം, അവരെ ജപിപ്പിക്കണം, അവർക്ക് ആ വഴി പറഞ്ഞു കൊടുക്കണം. അത് മാത്രമാണ് രക്ഷാന്ന്. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യം 50 പ്രാവശ്യം 500 പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കൂല. കാരണം എന്താ? ഇത് കലിയുഗമാണ്. അപ്പൊ അവരെ നീ നന്നാവില്ലടാ, നീ ഒരിക്കലും ശരിയാവില്ലടാ എന്നല്ല പറയേണ്ടത്. പറഞ്ഞുകൊണ്ടേയിരിക്കുക. പറഞ്ഞു 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 ഒരു നാൾ അവരത് കേൾക്കും, ഉറപ്പാ, സംശയമില്ല. കാരണം എന്താ? എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാനിലേക്ക് എത്താൻ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ അവരെത്തിയിരിക്കും, ഒരു സംശയവും. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്താണ്, ഒരു നാൾ നമ്മുടെ മക്കൾ മാറി വരും എന്ന് നമ്മൾ നിസംശയേന മനസ്സിലാക്കണം. ഇനി 12ാമത്തെ ശ്ലോകം. യേ ചൈവ സാത്വികാ ഭാവ രാജസ്താമശ്ചാസ ചേയേ മത്ത എവേദിതാൻ വിധീന തഹം തേഷു മേ തൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും, അതായത് സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണത്തെ പറ്റി പറയുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. അതായത് ഭഗവാന്റെ ശക്തിയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളാണ് ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഒരർത്ഥത്തിൽ ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഭഗവാൻ പറയുന്നു, ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഭഗവാൻ എന്താ പറയുന്നത്? ഞാൻ സത്വഗുണത്തിനോ രജോ ഗുണത്തിനോ തമോ ഗുണത്തിനോ ഒന്നും ഞാൻ അടിമപ്പെടുന്നില്ല. ഇതൊക്കെ എൻ്റെതാണ്. പക്ഷെ ഇതൊന്നിനും ഞാൻ അടിമപ്പെടുന്നില്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല. ഭൗതിക ഗുണങ്ങളിൽ പെട്ട് കിടക്കുന്നവനുമല്ല ഭഗവാൻ. മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. ഭൗതിക ഗുണങ്ങളും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇതിനൊന്നും ഞാൻ അടിമപ്പെടുന്നില്ല. ഒറ്റ മിനിറ്റ് ബിന്ദമ്മേ, ഇങ്ങോട്ട് വരൂ. കഴുകിയ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് കയറാൻ നേരമായില്ല അല്ലേ? പോണ്ട, വേണ്ട, ഇവിടെ വന്നിരിക്കും. അല്ല, കാപ്പി ഉണ്ടാക്കാൻ ഒന്നും പോണല്ലോ. എനിക്കറിയാം, ഇവിടെ പൈപ്പും തുറന്നു വെച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കുന്നതാണ്. പൈപ്പും തുറന്നു വെച്ച് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ഉരുണ്ട് മറിയുന്നത്. വെറുതെ ഇരിക്കാൻ പറ്റൂല അല്ലേ നിങ്ങൾക്ക്? വെറുതെ ഇരിക്കുന്നു പറഞ്ഞ് എനിക്ക് മതിയായി. കേറണ്ട അടുക്കളയില്. എനിക്കറിയാം അവിടെ എന്താണെന്ന് വെച്ചാൽ. ഞാൻ ഇപ്പൊ ഇത്രയും ചെയ്തു വെച്ചിട്ടല്ലേ വന്നത്, ആണോ അല്ലേ?
ഇനി ഞാൻ ചെയ്തോളാം. ദോശ കഴിച്ചാ? കൂഴ് കുടിച്ചാ? എടുത്തോണ്ട് വന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങൾ അത് എടുത്തോണ്ട് വന്നാലേ ഞാൻ ഇവിടെ ക്ലാസ് തുടങ്ങും. നമ്മളോടെ ആരെങ്കിലും ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിൽ സുഖമായിട്ട് എവിടെങ്കിലും ഇരുന്നേനെ. ഇത് ഇരിക്കി പറഞ്ഞാൽ ഇരിക്കൂല. ആൾക്ക് തുളസി എന്നാക്കുന്ന പണിയൊന്നും ഇഷ്ടമല്ല. അതൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യുന്ന പണിയാണല്ലോ, അതൊന്നും ഇഷ്ടമല്ല. എടുത്തില്ലേ? ചില വീട്ടിലെ അമ്മായിമ്മയും മരുമോളും. ഇതെന്താ? വേണ്ട വേണ്ട വേണ്ട, അത് മാറ്റി വെച്ചിട്ട് ആ കൂഴെടുത്ത് കുടിക്കും. ഇത് കഴിച്ചാൽ നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കില്ല. അതവിടെ വയ്ക്ക്. കൂടെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ ചമ്മന്തിയും ഇതൊക്കെ വെച്ചിട്ട് കഴിക്കും. എന്നെ കാണാതെ പഴഞ്ചോറുണ്ടെങ്കിൽ എടുത്ത് തൈരൊഴിച്ച് ഉള്ളിയൊക്കെ ഇട്ട് കഴിക്കും. അളിയൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും, തൊട്ടപ്പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. അളിയൻ എന്തൊക്കെയാ ഇഷ്ടം, കാന്താരി മുളക്, അതൊക്കെ എവിടെന്നേലൊക്കെ സംഘടിപ്പിക്കും. എന്നിട്ട് അത് കഴിക്കും. ഇന്നലെ നല്ല ഛർദി. നല്ല കാര്യമുള്ള കാര്യമാണോ ഇത്? ഞാനും ലക്ഷ്മി ചേച്ചിയും മഹേഷ് ചേച്ചിയും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ കാണുന്നില്ല. ഞാനിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനെങ്ങനെ നോക്കും, എവിടെയാണ് നോക്കുമ്പോൾ ബാത്റൂമിലാണ്. ബാത്റൂമിൽ കയറിയിട്ട് ഒച്ചയില്ല. ഞാൻ ഓർത്തത് എന്താണോ ഒച്ചയില്ലാത്തത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് തുറക്കെന്ന് പറഞ്ഞ് തുറപ്പിച്ചു. ഫുൾ ഛർദ്ദിച്ചിട്ടിരിക്കുക. ആലോചിച്ചു നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ അകത്ത് ചോറൊക്കെ. ഞാനാണെങ്കിൽ രാവിലെ 4 ദോശ നിന്ന് തിന്നിപ്പിച്ചതാണ് ഇന്നലെ രാവിലെ. അവിടെ നിൽക്കി സാമ്പാർ ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി, അടുക്കളയിൽ ഞാൻ ഇരുത്തി, അവിടെ ഒരു സ്റ്റൂളയിലിട്ട് ഇരുത്തി ചൂട് ദോശ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ദോശ ഇല്ലാതെ ഇങ്ങനെ ചോറ് ഛർദ്ദിച്ചെന്നാണ് ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിരിക്കുക ചോറ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്തിരിയൊക്കെ ആയിരിക്കും. അത് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഇവിടെ പശുവിനോ എരുമയ്ക്കോ എന്തിനെങ്കിലും കൊടുക്കുക, നിങ്ങൾ കഴിക്കല്ലേ എന്ന് പറയും. ഇതെടുത്ത് കൊണ്ട് കഴിച്ച് തൈരൊക്കെ ഒഴിച്ച് എന്തൊക്കെയോ കാണിച്ച് ചോറ് മൊത്തം ഛർദ്ദി. ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ എടുത്തു വെച്ച് കഴിച്ചതാണ്. വല്ല ആവശ്യമുണ്ടോ? പുതിയ ചോറ് കഴിച്ചാൽ പോരെ? നമുക്കിവിടെ രാവിലെ 8 മണിയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പണിയൊക്കെ തീരും. എന്നിട്ട് ഇതെടുത്ത് കഴിച്ചു. അപ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് പോയ്സൺ ആണെങ്കിൽ എന്താ ചെയ്യാം? അപ്പം എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ. ഇന്നിപ്പോൾ ഞാൻ മുത്താറിയൊക്കെ അരച്ച് സെറ്റപ്പാക്കി കൂഴൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കുമായിരുന്നു. ഉപ്പിട്ട് അതില് ഉപ്പ് വേണ്ടേ? അവിടെ മുളക് വറുത്ത് വെച്ചതുണ്ട്, ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കട്ടെ. ചമ്മന്തി എടുത്തില്ലേ? ഇത് മതിയോ? എന്തെങ്കിലും പഴയത് എടുത്തു വെച്ച് കഴിച്ചത് എൻ്റെ ശ്രദ്ധയിൽ ഇനി പെട്ടിനി ഇവിടെ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കും പിടിച്ചിട്ട് ഞാൻ. വൃദ്ധസന്ധി കൊണ്ടാക്കും ഞാൻ. അവിടെ കൊണ്ടാക്കും. അയ്യോ നാരായണ. അയ്യോ പ്രായവരുടെ വിചിത്ര സ്വഭാവം ഒന്നുമില്ല. ഇതിന് പ്രായം ഒന്നായില്ല. ഇത് 51 വയസ്സായ മുതലത് പ്രായം ഒന്നായില്ല. മുടി നേരത്തെ നരച്ചു പോയതാ. പ്രായമൊന്നും ആയിട്ടില്ല. നല്ല യങ് സ്ട്രോങ് വുമണാണ്. സുനിത വില്യംസ് മാമിന്റെ കൂടെ വേണം ഞങ്ങൾ ബഹിരാകാശത്തേക്കൊക്കെ പറഞ്ഞു വിടും. അങ്ങനെ ഭഗവാൻ എന്താ പറയുന്നത്? യാതൊരു തരത്തിലും ഒരു രീതിയിലുമുള്ള ഭൗതിക ഗുണങ്ങളിലേക്കൊന്നും ഭഗവാൻ പോകുന്നില്ല എന്നാ പറയുന്നത്. ഭഗവാൻ അതിനൊന്നും അധീനപ്പെട്ടിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ത്രിഗുണങ്ങൾ കൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. 3 ഗുണങ്ങളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം അവയ്ക്ക് അധീനനുമല്ല. രാജ്യത്തിന്റെ നിയമപ്രകാരം ഒരാൾ ശിക്ഷിക്കപ്പെട്ടേക്കാം, അല്ലെ? രാജ്യത്തിന്റെ നിയമപ്രകാരം ഒരാളെ ശിക്ഷിച്ചേക്കാം. എന്നാൽ നിയമകർത്താവായിരിക്കുന്ന രാജാവിന് ആ ശിക്ഷ ബാധകമാണോ? ഒരിക്കലുമല്ല. രാജ്യം ഒരാളെ നിയമം അനുസരിച്ച് ശിക്ഷിക്കും. പക്ഷെ ആ എന്താ പറയാ, രാജ്യത്തെ എന്താണ്, ആ രാജാവ് ഒരിക്കലും ആ ഒരു ശിക്ഷയ്ക്ക് വിധേയനാകുന്നില്ല. അത്രേ ഉള്ളൂ, അല്ലെ? അയച്ചുതരാ മാതാജി, ഒന്ന് സമാധാനപ്പെടും. മാതാജിക്ക് വാങ്ങിച്ചതൊന്നും അയച്ചിട്ടില്ല. വേഗം അയച്ചുതരാ കേട്ടോ. എന്ത് രസാന്നോ, ഭയങ്കര രസാ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അറിയാവോ, ഗ്യാസിന്റെ റെഗുലേറ്റർ ഇപ്പൊ ഊരിട്ടിട്ടാ ഞാൻ പുറത്തേക്ക് പോവാ. എപ്പോഴും ഗ്യാസിന്റെ റെഗുലേറ്റർ ഊരിട്ടിട്ട് ഞാൻ പുറത്തു പോകും. തിരിച്ചു വന്ന് റെഗുലേറ്റർ ഞാൻ കണക്ട് ചെയ്യും. കാരണം എന്താ, ഞാൻ പോയാലും ഓരോന്ന് ഉണ്ടാക്കാൻ പഠിക്കല്, കുക്ക് ചെയ്യല്, ഗ്യാസ് അങ്ങനെ ഓൺ ചെയ്തിടല്. എന്റെ പൊന്നെ, ഗ്യാസ് പുത്തുകീർന്നാ വീണ്ടും മേടിക്കാം. വല്ലതും പറ്റിയാൽ എന്താ? ഇപ്പതേ 4 ദിവസം മുന്നേ, അല്ലെ 3 ദിവസമായോ,
അവിടെ തീ പിടിച്ചിട്ട് ഒരു വീട്ടിൽ ഗ്യാസിന്റെ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ഒരു ഫാക്ടറി അടക്കം കത്തിപ്പോയി. നമ്മുടെ അരസമരത്തിന്റെ അവിടെ കണ്ടല്ലേ മനിയാന്ന് പ്രിയ ചേച്ചി പറഞ്ഞത്. ഞാൻ കണ്ടു പോകണത് ഇവിടെ കത്തി പിടിച്ചിട്ട് 11 വീടും കത്തിത്തീരും. അതുകൊണ്ട് ഗ്യാസ് മേലുള്ള കളി വേണ്ട. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാൻ റെഗുലേറ്റർ ഊരിടെ ചെയ്യാം. ഞാൻ പോയാലാണ് അളിയന് പരിപാടികള് മൊത്തത്തില് വീട് അങ്ങോട്ട് പുകച്ചു കളയും. അപ്പൊ അതിലും ഭേദം നമ്മൾ ആ റെഗുലേറ്റർ ഊരിട്ടാ പിന്നെ കണക്ട് ചെയ്യാറില്ല. സ്വസ്ഥം പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി നോക്കുക അല്ലേ. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ അറിയാലോ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. കൃഷ്ണനിൽ നിന്നുണ്ടാകുന്നെങ്കിലും കൃഷ്ണനെ അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം നിർഗുണനാകുന്നു. അതായത് യാതൊരു ഗുണങ്ങൾക്കും ഭഗവാൻ അധീനനല്ല, അതിനെ മുകളിലാണ് ഭഗവാൻ. സത്വഗുണത്തിന്റെ നമ്മളൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ സത്വഗുണമാണ് ടോപ്പസ്റ്റ് അല്ലെ. അപ്പോ എന്താ പറയാ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, തമോ ഗുണവും രജോ ഗുണം വേണ്ട, നമുക്ക് സത്വഗുണം മതി എന്ന് പറയും. അപ്പൊ ആ സത്വഗുണമാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ സത്വഗുണത്തിന്റെയും മുകളിലാണ് ഭഗവാൻ. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ വിവിധ സവിശേഷതകളിൽ ഒന്നാണത്. ഭഗവാൻ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ ഏറ്റവും മേലെയുള്ള സവിശേഷതയാണ് എന്ത്, ഭഗവാൻ ത്രിഗുണങ്ങൾക്കും മുകളിലാണ് എന്നാണ്. ഓക്കെ, മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ മാതാജി. ഇനി 13ാമത്തെ ശ്ലോകം. ത്രിഭിർഗുണമയർഭാവൈരേഭി സർവദിമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേദ്യ പരമവ്യയം എന്ന് വെച്ചാല് രാഹു കേതു ദോഷം മാറാൻ എന്ത് ചെയ്യണം? മഞ്ജരീസിൽ മെസ്സേജ് ഇടും, പറഞ്ഞ് ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. രാഹുവിനെയും കേതുവിനെയും എന്താ പറയാ പ്രതിനിധാനം ചെയ്യുന്ന, എന്തൊരു മലയാളം വാക്കല്ലേ, പ്രതിനിധാനം ചെയ്യുന്ന ഈശ്വരൻ ഏതാണോ, എനിക്കൊന്നും ആയില്യ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈശ്വരൻ ഏതാണോ ആ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രാഹു കേതുവിനെ അപഹാരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. സാപ്പിയാ അത് തുളസി റെഡി പണിയിട്ടേ. ഇത് കാഞ്ചിയമ്മ, അടുത്ത ആള്, അടുത്ത അവതാരം. എല്ലാം എന്നെ തേടിയ വരെ ഇവിടെ. ടീ വേണമാ? ചായ കൊടുക്കും. എന്താ പറഞ്ഞറിയോ, ബിന്ദമ്മ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുത്താ മതി എന്ന്. ഞാനല്ല ബിന്ദമ്മ ഞാനല്ല. ബിന്ദമ്മ ഒരു ചായ ഇട്ട് കൊടുത്തതാ കാഞ്ചിയമ്മയ്ക്ക്, ഗംഭീര ചായ. അതുകൊണ്ട് ബിന്ദമ്മ ഉണ്ടാക്കണ്ടാന്ന്, ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാ പറയുന്നത്. கொஞ்ச நேரம் வெயிட் பண்ணுங்க. ஐயோ அவங்களுக்கு தெரியாது, அதனாலதான் டீ காஃபி போட தெரியாது, குக்கிங் தெரியாது. പോട്ടെ, സാരല്ല. ശേ, മോശമായി, ഒരു ചായയുടെ അറിയാത്തൊരു പെണ്ണോ. ഹരേ കൃഷ്ണ. അപ്പോ ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ത്രിഗുണങ്ങളാൽ സത്വം, രജസ്, തമസ് ഈ 3 ഗുണങ്ങളാലും വ്യാമോഹിതമായിരിക്കുന്ന ഈ ലോകം ഇവയ്ക്ക് അധീനനും അവ്യനുമായ എന്നെ അറിയുന്നില്ല. നമ്മൾ 3 ഗുണങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കാണ്. സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും നമ്മളുടെ ഈ ലോകം അടിമപ്പെട്ട് കിടക്കുകയാണ് അല്ലെ. അപ്പോ ഈ 3 ഗുണങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കുന്ന നമ്മള് അതിനും മുകളിലുള്ള ഈശ്വരനെ അറിയുന്നില്ല എന്നാ പറയുന്നത്. ശരിയല്ലേ? അതിന്റെ മുകളിൽ നിൽക്കുന്ന ഭഗവാനെ അറിയുന്നില്ല. നമ്മൾ നമ്മളെ പോലെയാണ് ഭഗവാനെ അറിയാൻ നോക്കുന്നത്. പക്ഷെ നമ്മൾ ഭഗവാനെ അറിയണമെങ്കിൽ, നമ്മൾ ഈ 3 ഗുണങ്ങൾക്കും മുകളിലുള്ള ഭഗവാനെ അറിയണമെങ്കിൽ എത്രത്തോളം നമ്മൾ താഴേക്ക് വരണം. മനസ്സുകൊണ്ട് താഴേക്ക് വന്ന് നമ്മൾ എന്താ പറയാ, അത്രയും ലളിതമായൊരു ജീവിത ശൈലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കുക. മനസ്സിലായില്ലേ? പ്രകൃതിക്ക് അധീനനായിരിക്കുന്ന ഓരോ ജീവാത്മാവിനും, നമ്മളുടെ ഈ പ്രകൃതിക്ക് അടിമപ്പെട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓരോ ജീവാത്മാവിനും ഓരോ വിധത്തിലുള്ള ശാരീരിക ആകൃതിയും, നമുക്ക് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ശരീര രീതിയാണുള്ളത് അല്ലെ.
ആകൃതിയും പ്രത്യേക രീതിയിലുള്ള ഒരു മാനസികമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. എൻ്റെ മനസ്സ് പോലെയല്ല അടുത്തൊരാളുടെ മനസ്സ്, അടുത്തൊരാളുടെ മനസ്സ് പോലെയല്ല വേറൊരാളുടെ മനസ്സ്. ഓരോരുത്തർക്കും ഓരോ മാനസിക രീതികളാണ്, ഓരോരുത്തർക്കും ഓരോരോ ശരീര പ്രകൃതികളാണ് അല്ലെ, ഓരോ രീതികളാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഈ 3 ഭൗതിക ഗുണങ്ങളിലും പ്രവർത്തിക്കുന്ന 4 വിഭാഗം മനുഷ്യരുണ്ട്. അതായത് 3 പ്രകൃതിയുടെ ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾക്കും എന്താ പറയാ, ഓരോ രീതിയിലുള്ള ശരീരപ്രകൃതികളും ഓരോ സ്വഭാവങ്ങളും ഓരോ മാനസികാവസ്ഥയും. ഈ 3 ഗുണങ്ങൾക്കും അടിസ്ഥാനപ്പെട്ട രീതിയിലുള്ള മനുഷ്യന്മാരിൽ 4 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. സത്വഗുണം മാത്രമുള്ളവരെയാണ് നമ്മൾ ബ്രാഹ്മൺസ് എന്ന് വിളിക്കുന്നത്. സത്വഗുണത്തില് മറ്റൊന്നും കലരാൻ പാടില്ല. ബ്രാഹ്മണം, ബ്രഹ്മത്തെ അറിഞ്ഞവൻ, സത്വഗുണം മാത്രമുള്ളവരെയാണ് ബ്രാഹ്മൺസ് എന്ന് വിളിക്കുന്നത്. പൂർണ്ണമായും രജോ ഗുണത്തിലുള്ളവരെ ക്ഷത്രിയർ എന്ന് വിളിക്കും. അവരെപ്പോഴും യുദ്ധം വെട്ടാനും ഒരു പടയാളികളെ പോലെ ധീരരെ പോലെ നിയമത്തിന് കാവലായി നിൽക്കും. അവരെയാണ് ക്ഷത്രിയർ എന്ന് വിളിക്കുന്നത്. രജസ് തമോ ഗുണങ്ങൾക്ക് അധീനരായവരെ, രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അധീനരായവരെ, അതിൽ നിൽക്കുന്നവരെ വൈശ്യരായിട്ടും വെറും തമോ ഗുണം മാത്രമുള്ള ആൾക്കാരെ ശൂദ്രരായിട്ടും നമ്മൾ വിളിക്കും. ഇങ്ങനെ 4 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരിലും താഴെയുള്ളവർ, ഈ 4 ഗുണങ്ങൾക്കും താഴെയുള്ളവരെ മൃഗങ്ങളോ മൃഗപ്രായരോ ആണ്, മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. അതിൻ്റെയും താഴെയുള്ളവർ, അതായത് വളരെ മോശം. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഈ ചെറിയ കുട്ടികളെ കൊല്ലുക, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവരെ ശാരീരിക ഉപദ്രവം നടത്തുക, അങ്ങനെയുള്ളവരൊക്കെ മൃഗങ്ങൾ എന്നാണ് വിളിക്കുക. അതായത് ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി ശാരീരിക സുഖത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അങ്ങനെ ഭയങ്കരമായ പ്രകൃതി വിരുദ്ധമായിരിക്കുന്ന ദുരിതങ്ങൾ ചെയ്യുന്നവരെയാണ് മൃഗങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവയൊന്നും സ്ഥിരമല്ല, ഇതൊന്നും സ്ഥിരമായിരിക്കുന്ന കാര്യങ്ങളല്ല. നാം ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരും ആയിക്കോട്ടെ, ഈ ജീവിതം ക്ഷണികമാണ്. ഭഗവാൻ പറയണം, ബ്രാഹ്മണനായാലും ശരി, ശൂദ്രനായാലും ശരി, വൈശ്യനായാലും ശരി, ആരായാലും ശരി, ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്, വളരെ ചെറുതാണ്. മാത്രമല്ല അടുത്ത ജന്മത്തിൽ നമ്മൾ ആരാവാൻ പോകണമെന്ന് നമുക്കറിയില്ല. ഈ ജന്മം ബ്രാഹ്മണനായെന്ന് പറഞ്ഞിട്ട് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് തന്നെ ജനിക്കും? ഒരിക്കലും ഇല്ല. കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ശൂദ്രനോ വൈശ്യനോ ആയി മാറുന്നത്. ഈ ജന്മത്തിൽ ശൂദ്രനോ വൈശ്യനോ ആയവൻ നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജിച്ചു വരാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ആരായി? ബ്രാഹ്മണനായി. ഭഗവാനെ പ്രാർത്ഥിച്ചും പൂജിച്ചും വന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് എന്താ പറയാ, അവരെ ഉപദ്രവിച്ചും അവരെ ദ്രോഹിച്ചും നടക്കുകയാണെങ്കിൽ ബ്രാഹ്മണനാണ്, വൈശ്യനാണ്, ശൂദ്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അവരേതവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിട്ടും മായാശക്തിക്ക് വശംവദരായി നമ്മൾ സ്വയം ദേഹാത്മഭാവന കൊണ്ട് അമേരിക്കൻ, ഇന്ത്യൻ, റഷ്യൻ, ബ്രാഹ്മണൻ, ഹിന്ദു, മുസ്ലിം എന്നിങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയോ ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ അകപ്പെട്ടു പോയാൽ ഇവയ്ക്കെല്ലാം പിന്നിൽ നിൽക്കുന്ന പരമപുരുഷനെ നമ്മൾ മറന്നു പോവുകയാണ്. ഭൗതിക ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാല്, ബിന്ദുമ്മേ അവിടെ ഇരിക്കാതെ മുഴുവൻ കഴിക്കും മതിന്നോ? ആ കഞ്ഞി പോലത്തെ സാധനം சாப்பிடாம கொண்டு போய் கொட்டுது பாருங்க. ഇത് മൊത്തമാ വാന്തി തിരിച്ചു. കഞ്ഞി പോലത്തെ മുത്താറി കൊണ്ട് ഉണ്ടാക്കി കൊടുത്തൊരു സാധനമാണ്. കഴിച്ചൂടെ മൊത്തത്തില്? കുട്ടീനെ നോക്കുന്നതിനേക്കാളും കഷ്ടാണേ. അപ്പോ ഈ ത്രിഗുണങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോയാൽ ഇവയ്ക്കെല്ലാം പിന്നിൽ നിൽക്കുന്ന പരമപുരുഷനെ നമ്മൾ മറന്നു പോവാണ്. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ ഗുണങ്ങളിൽ മാത്രം ഞാൻ ബ്രാഹ്മണനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, അമേരിക്കനാണ്, ഇന്ത്യനാണ്, മറ്റേ റഷ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കും. ഇങ്ങനെയുള്ള ഗുണങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ, ഇങ്ങനെയുള്ള ചിന്തകളിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ ഭഗവാനെ മറന്നു പോവാണ്. അതുകൊണ്ടാണ് ത്രിഗുണങ്ങളിൽ വ്യാമോഹിതരായവർ ഭൗതിക പശ്ചാത്തലത്തിന് പിന്നിലുള്ള ഭഗവാനെ അറിയുന്നില്ല എന്ന് കൃഷ്ണൻ പറയുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നത്. ജീവാത്മാക്കൾ ഒരുപാട് വിധത്തിലുണ്ട് അല്ലെ, ഒരുപാട് രീതിയിലുള്ള ജീവാത്മാക്കളുണ്ട്. അപ്പോ എന്താ പറയാ, ഭഗവാന്റെ കാരുണ്യം.
മൊത്തം കഴിച്ചു. അപ്പോൾ എന്താണ്, ജീവാത്മാക്കൾ പലതരത്തിലുണ്ട്. മനുഷ്യർ, ദേവന്മാർ, മൃഗങ്ങൾ, അങ്ങനെ ഒരുപാട് ജീവാത്മാക്കളുണ്ട്. അവയിൽ ഓരോന്നും ഭൗതിക പ്രകൃതികൾക്ക് അധീനരാണ്. ഓരോന്നും ഭൗതിക പ്രകൃതികൾക്ക് അധീനരായി ജീവിക്കുന്ന ആൾക്കാർ. നമ്മളും നമ്മുടെ ചുറ്റുപാടുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുന്നവരാണ് അല്ലേ. അവയിൽ ഓരോന്നും അങ്ങനെ ജീവിക്കുമ്പോൾ അതീന്ദ്രനായ ഭഗവാനെ മറന്നുപോയി പോകും. പല സന്ദർഭങ്ങളിൽ നമ്മൾ ഭഗവാനെ മറക്കണം. സദാ നമ്മൾ ഭഗവാനെ സ്മരിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം വേറെയാണ്. ഓരോ നിമിഷവും ഭഗവാനെ സ്മരിച്ചു നോക്ക്, സമാധാനം ഉണ്ടാവും നമുക്ക്. രാജസധാമ സ്വഭാവികൾക്ക്, അതായത് രജോ ഗുണം, തമോ ഗുണം ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവർക്ക്, എന്തിന് സാത്വികന്മാർക്ക് പോലും, സാത്വിക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് പോലും പരമസത്യത്തിന്റെ, അതായത് ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മബോധത്തിനപ്പുറം പോകാൻ കഴിയുന്നില്ല. കംപ്ലീറ്റ് സാത്വികമായിട്ട് ജീവിക്കുന്നവർക്ക് പോലും അവ്യക്തഗത ശക്തി, ഭഗവാന്റെ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സൗന്ദര്യം, ഐശ്വര്യം, ജ്ഞാനം, ബലം, യശസ്, ത്യാഗം എന്നിവ തികഞ്ഞ പുരുഷാകാരം പൂണ്ട ഭഗവാന്റെ മുന്നിൽ അവർ അമ്പരന്ന് പോവാണ്. നമ്മൾ ഈശ്വരന്റെ മുമ്പ് ചെല്ലും, അയ്യോ കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് നമ്മളങ്ങ് അമ്പരന്ന് പോവാണ് അല്ലെ. എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഭഗവാനെ. നമ്മുടെ ചിന്തകൾ നമ്മളിൽ എന്താ പറയാ, ഭഗവാനിലേക്ക് എത്തുന്നില്ല. ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടുന്നില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാൻ. സാത്വികർക്ക് പോലും, സാത്വികമായി ജീവിക്കുന്നവർക്ക് പോലും ഭഗവാന്റെ വ്യക്തിഭാവം അറിയാൻ സാധിക്കുന്നില്ല അല്ലെ. അപ്പോ പിന്നെ എങ്ങനെയാണ് രജോ ഗുണം, തമോ ഗുണമുള്ളവർക്ക് അറിയാൻ പറ്റുന്നത്? പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്കും അതീതമാണ് കൃഷ്ണാവബോധം. പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്കും മേലെയാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തിൽ സ്ഥിരനിഷ്ഠരായവർ മാത്രമാണ് യഥാർത്ഥത്തിൽ മുക്തി നേടുന്നത്. കൃഷ്ണാവബോധത്തില് മാത്രം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവരെന്തായി? മുക്തി നേടാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താണ്? മുക്തി കിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ ജനിച്ച് മരിച്ച് ഇങ്ങനെ ജീവിക്കും. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോണ്ട എന്നാണ് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലാതായിത്തീരും. ഭഗവാനിലേക്ക് നമ്മൾ എത്തൂല. നമ്മൾ എവിടേക്കാണ് എത്തേണ്ടത്? ഭഗവാനിലേക്കാണ് എത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണാവബോധമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. 7. ഇനി നമ്മൾ മാത്സര്യവും ചൂതുകളിയും അതെന്താന്ന് പഠിക്കുക. ഏത് വിധത്തിലെങ്കിലും വിജയിക്കണമെന്ന ഒരു മനസ്സ്, ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിൽ വിജയിക്കണം. ഇതിനെയാണ് മാത്സര്യം എന്ന് പറയുന്നത്. മാത്സര്യ ബുദ്ധി എന്ന് പറയുന്നില്ലേ. ഇതിന് വിധേയനായവൻ തൻ്റെതായതെല്ലാം നഷ്ടപ്പെടുത്തുന്നതിനെ അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല. ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സമയമാണ് കളയുന്നത്? ആ കാര്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ധാർമ്മികമായിരിക്കുന്ന എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഗുണങ്ങൾ നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യമാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾക്ക് മുക്തി, നമ്മുടെ ഗുണം എന്തായാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു മുക്തി ഉണ്ടാവണം. മുക്തിക്കുള്ള വഴിയാണോ നമ്മൾ നോക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് എന്തായി ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മളൊരു മത്സര ബുദ്ധിയോടുകൂടി ജീവിക്കാൻ പാടില്ല. മത്സര ബുദ്ധിയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തൂല. നമുക്ക് മത്സരിക്കാൻ സമയമില്ല ഈ ജീവിതത്തിൽ. ആരോടും മത്സരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ കർമ്മഫലത്തോടാണ് മത്സരിക്കേണ്ടത്. പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കുറേ കർമ്മഫലങ്ങളുണ്ട്. ഇതിനെ ചൊല്ലി നമ്മൾ മത്സരിച്ചിട്ട് ഈ മത്സരങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. ഇതിനെ ചൊല്ലി മത്സരിച്ച് ആ മത്സരത്തിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ മുക്തി നേടാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ നമുക്കൊപ്പമുള്ളവരോടോ നമ്മുടെ ശത്രുക്കളോടോ അല്ല നമ്മൾ മത്സരിക്കേണ്ടത്. മനുഷ്യന്റെ മാത്സര്യം ഏറ്റവും അധികം പ്രകടമാകുന്നത് ചൂതുകളിയിലാണ്. മുൻകാലങ്ങളിൽ അത് ചൂതുകളി എന്ന് പറയും. ഇപ്പോൾ വേറെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. ആരോഗ്യകരമായിരിക്കുന്ന മാത്സര്യം വ്യക്തിക്കും സമൂഹത്തിനും ആവശ്യമാണ്. എന്നാൽ പ്രയോജനരഹിതമോ പരസ്യം അപഹരിക്കുന്നതിനോ വേണ്ടിയുള്ളതായ മാത്സര്യം നാശത്തിന് കാരണമാകും. നമ്മളൊരിക്കലും മറ്റുള്ളവരോട് ജയിക്കാൻ നമ്മൾ മത്സരിക്കരുത്. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ തോൽപ്പിക്കാൻ നമ്മൾ മത്സരിക്കരുത്. നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കാൻ നമ്മുടെ കർമ്മഫലങ്ങളോട് മത്സരിക്കുക, നമ്മുടെ ദുഃഖങ്ങളോട് പൊരുതാം.
ദുഃഖങ്ങളെല്ലാം ഒഴിവാക്കി നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു മത്സരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ചൂതുകളിയിൽ പരാജയപ്പെട്ട് രാജ്യം നഷ്ടപ്പെട്ട യുധിഷ്ഠിരന്റെയും നളന്റെയും ചരിതത്തിലൂടെ ഈ മാത്സര്യത്തിന്റെ വിപത്തിനെ കുറിച്ച് വേദവ്യാസൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അല്ലേ. ചൂതുകളിയിലാണ് നമുക്ക് യുധിഷ്ഠിരന്റെ എന്ത് സംഭവിക്കുന്നത്, രാജ്യം നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആരോടും മത്സരിക്കാൻ പോകാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി വെക്കുക. എങ്ങനെ സുരക്ഷിതമാക്കും? കുറെ പൈസ ഉണ്ടാക്കിയിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കർമ്മഫലങ്ങളോട് മത്സരിക്കുക. നമുക്കുണ്ടായിരിക്കുന്ന ദുരിതങ്ങൾ ഇതിനെല്ലാം മാറ്റി എങ്ങനെ നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമായിരിക്കും നമുക്കൊരു മുക്തി ലഭിക്കുന്നത്. ആ മുക്തിയാണ് നമ്മുടെ വിഷയം. അല്ലാതെ ഇവിടെ ഇങ്ങനെ ജനിച്ചും മരിച്ചും മത്സരിച്ചും ശത്രുക്കളെ തോൽപ്പിച്ചും ആവലാദികളും പരാതികളും പറഞ്ഞു നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നലുമായി ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജീവിക്കുകയുള്ളൂ. കാലാകാലം ഇവിടെ ജീവിക്കലൊന്നും നടക്കില്ല. ഒന്ന് കിടപ്പിലായി പോകുന്നത് വരെയുള്ളൂ ബന്ധുമിത്രാദികളൊക്കെ ചുറ്റിനും. കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ. ഈ പറഞ്ഞ 6 വികാരങ്ങളും ഒന്നിൽ നിന്ന് മറ്റൊന്നെന്ന പോലെ ഉൽപ്പന്നമായി തീർന്നേക്കാം. കാമം സഫലമാകാതെ വരുമ്പോൾ ക്രോധമായി തീരുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാമം നടക്കാതെ വരുമ്പോൾ അത് ദേഷ്യമായി മാറുന്നു. കാമം തന്നെ മതത്തിനും ലോഭത്തിനും മത്സരത്തിനും കാരണമായി മാറുന്നു. എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്താണ്? കാമമാണ്. ലോഭം കൊണ്ട് പരസ്യം നേടുവാതിരിക്കാനുള്ള പ്രയത്നം വിഫലമാകുമ്പോൾ ക്രോധവും മോഹവും ഉണ്ടാകുന്നു. അതിൽ വിജയിക്കുകയാണെങ്കിൽ മത്സരവും പിന്നെ മതവുമായി വന്നേക്കാം. നിയന്ത്രണമില്ലാത്ത മനസ്സ്, നമ്മുടെ മനസ്സിന് നിയന്ത്രണമില്ലാത്ത മനസ്സും ജീവിതചര്യകളും, നമ്മൾ ജീവിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, ആ രീതി ഒരു നിയന്ത്രണമില്ലാത്ത ജീവിത രീതി. രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, വായിക്കുക, അതിനു മുൻപേ നമ്മൾ കുളിക്കുക, നമ്മൾ എന്താ പറയുക, ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ബിന്ദു മലേഷ പോയി കിടന്നുറങ്ങും. പായെടുത്തുള്ളിൽ കൊണ്ടിട്ടോ ഇരുന്നുറക്കം തൂങ്ങാതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ച് ശീലിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അപ്പോ അതിനെന്താ, അവിടെ AC ഇട്ടിട്ടുണ്ട്, പോയി ആ റൂമിൽ കിടന്നുറങ്ങാം. உட்காந்து தூங்கிட்டே இருக்குது பாருங்க. இப்படி தூங்குது. நேத்து செம வாமிட்டிங். நீங்க வேற செம வாமிட்டிங், வாந்தி எடுத்துருச்சு நேத்து. அந்த அம்மா பழசு சாப்பாடு எடுத்து போய் சாப்பிட்டுட்டு என்னதான் பண்றேன்னு தெரியல இதை வச்சுட்டு. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മത്സര ബുദ്ധി ഇല്ലാതെ, ജീവിതത്തിൽ ഒരു മാത്സര്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഡിസിപ്ലിനായിട്ട് ജീവിച്ചു പോകണം. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് മറ്റ് സംസാരങ്ങളിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കല്ലേ. ഒരു ഉള്ളം കയ്യിൽ കൊണ്ടുനടക്കുന്നത് പോലെ കൊണ്ടുനടന്നാലേ നടക്കൂ, ഇല്ലെങ്കിൽ നടക്കൂല. എൻ്റെ ശ്രദ്ധ തെറ്റി എന്തെങ്കിലും ചെയ്തു വെക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതം അതൊന്ന് മാറ്റണം. ജീവിതത്തിനൊരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. ഇന്ന് 7 മണിക്ക് എണീറ്റ്, ഇന്നലെ 5 മണിക്ക് എണീറ്റ്, മറ്റന്നാൾ 9 മണിക്ക് എണീറ്റ്, കുറേ നേരം എഴുന്നേറ്റ ഉടനെ തലയും ചൊറിഞ്ഞ് മുടിയും കെട്ടി മൊബൈലും നോക്കി കുറേ അങ്ങോട്ടടന്ന് കുറേ ഇങ്ങോട്ടടന്ന് കുറേ ആലോചിച്ചിരുന്ന് കുറേ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ചായയും കാപ്പിയും വെച്ചിരുന്ന് കുറേ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ ജീവിക്കാതെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക ജീവിതത്തിൽ. രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക, നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നമ്മൾ നമ്മുടെ കാര്യം ചെയ്ത് പ്രാർത്ഥിച്ച് ജോലിക്ക് പോണേ ജോലിക്ക് പോയി നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക ജീവിതത്തിൽ. അനാവശ്യമായിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുക? സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. ഒരു കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ തന്നെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും. ആരെന്തും പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ആ സ്മൂത്തായ ഒരു അവസ്ഥയിലൂടെ കൊണ്ടുപോകുക. അങ്ങനെ നമ്മുടെ ജീവിതചര്യങ്ങൾ ഒക്കെ നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ എന്തായി? അത്യാസക്തിയൊക്കെയാണ് മനുഷ്യന്റെ ദുഃഖത്തിന്റെയും നാശത്തിന്റെയും ഒക്കെ കാരണം. അനാവശ്യമായിരിക്കുന്ന മറ്റുള്ളവർക്ക് ഇപ്പൊ സുഖ സൗകര്യങ്ങളുണ്ട്, അതുപോലെ നമുക്കും കിട്ടണം എന്നൊരു ചിന്തയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്തുണ്ടോ അത് മതി. എല്ലാവർക്കും ഇപ്പൊ ഭഗവാൻ മാളിക കൊടുത്തു, നമുക്ക് തരൂ ഇല്ല, ചിലപ്പോൾ ഓല വീടായിരിക്കും, പക്ഷെ അതിലൊരു സുഖമുണ്ട്. ഉള്ളതിൽ സുഖമായി സന്തോഷമായി നമ്മൾ ജീവിച്ചു പോകാൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്തായി? ജീവിതം സുഖമായി. അല്ലെങ്കിൽ നമ്മൾ ദുഃഖത്തിലേക്കാണ് പോവുക, നാശത്തിലേക്കാണ് പോവുക. ആ നാശകാരണത്തെയാണ് നമ്മൾ കലി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്.
അനാസക്തികൾ, ആസക്തികൾ, ദുരിതങ്ങൾ, എന്താ പറയുക, പ്രയാസങ്ങൾ, എന്താ പറയുക, എന്തൊരു കാര്യത്തോടും തോന്നുന്ന ഒരു അമിതമായിരിക്കുന്ന ഒരു വികാരം. ദേഷ്യമാണെങ്കിൽ എക്സ്ട്രീമാണ്, സങ്കടമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീമാണ്. ഇതിൻ്റെ മിഡിലിൽ നിന്ന് ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ദുഃഖവും സുഖവും ഒക്കെ ജീവിതത്തിലുണ്ട്. ഇതിനെയൊക്കെ നമ്മളൊരു നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് ഒരു മിഡിലിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതല്ല എങ്കിൽ നമ്മൾ എന്താണ്, കലി ബാധിക്കും. അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. നമ്മളൊരു എന്താ പറയുക, സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഇല്ല 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 എന്ന പരാതിയിൽ നിന്ന് പുറത്തു വരാം. നമുക്കുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. കണ്ണ് കാണാത്ത, കാലില്ലാത്ത ഒരാളുടെ കൂടെ 10 ദിവസം ജീവിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗി എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതം എത്ര മനോഹരാണെന്ന് നമുക്ക് മനസ്സിലാവും. കൊട്ടാരം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ ഭംഗിയുള്ള വീട് നോക്കിയിട്ട് അയ്യോ എന്തൊരു സംഭവമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ ഒരെണ്ണം കിട്ടിയില്ലല്ലോ എന്നൊന്നും ആലോചിക്കണ്ട. നമുക്കൊരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടാണെങ്കിലും അതിൽ സംതൃപ്തി കണ്ടെത്തുക. പരിമിതികൾ ഒരുപാടുണ്ടാവും, ഒത്തിരി പ്രയാസങ്ങളുണ്ടാവും. എങ്കിലും നമുക്ക് ഈശ്വരൻ അത് തന്നില്ലേ എന്ന് ആലോചിച്ച് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ഈ ഇല്ല പാട്ട് പാടാതിരിക്കുക. അത് പാടുമ്പോഴാണ് ഇല്ലാതായി പോകുന്നത്. ഭഗവാനെ, അങ്ങ് തന്നത് കഞ്ഞിയാണെങ്കിലും ഞാൻ അതിൽ തൃപ്തയാണ് എന്ന് പറയാം. അങ്ങ് ഇന്ന് എനിക്ക് ഒരു നേരം ഭക്ഷണം എൻ്റെ കയ്യിൽ കഴിക്കാനില്ലേ, സാരമില്ല. ആ വിശന്ന് കിടക്കുന്നവന്റെ വിശപ്പ് എന്താണെന്ന് എനിക്കറിയാൻ ഒരു അവസരം തന്നു എന്ന് പറയാം. അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ കൊണ്ടുപോവുക. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് കിടക്കാൻ പായയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നമ്മൾ അവിടെ കിടക്കുക. കട്ടിലേ കിടക്കൂ, ഭംഗിയുള്ളിടത്തേ കിടക്കൂ, എന്താ പറയാ, ഭയങ്കര സംഭവമായ വീട്ടിലേ കിടക്കൂ. അതൊന്നും വേണ്ടെന്നേ. ഇരിക്കാൻ ഒരു എറാനുണ്ടെങ്കിൽ അവിടെ 1-2 പേര് ഇരുന്ന് ഒരു കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെയാണ്. അതിനു വേണ്ടി നല്ല കുഷ്യൻ സോഫയിലേ ഇരിക്കൂ, ഭംഗിയുള്ള കപ്പിലേ കുടിക്കൂ, ഇങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുക. മുറ്റത്ത് നടക്കുമ്പം എൻ്റെ മൊത്തം ചെളിയാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. വെള്ളപ്പൊക്കം വന്നപ്പോൾ എവിടെയായിരുന്നു? ആ വെള്ളപ്പൊക്കം മാറിയപ്പോൾ മൊത്തം ചെളിയായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ സംഭവബഹുലമായ ആൾക്കാർ ജീവിക്കുന്ന രീതിയിലും അയ്യോ ഞാൻ ഇവിടെ കഴിക്കില്ല അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല അങ്ങനൊന്നും പറയണ്ട. ജീവിച്ചു പോവുക. കുറച്ച് നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവും. ആ കാലം അങ്ങ് ജീവിക്കുക. സ്വസ്ഥമായി ഭഗവാനോട് നന്ദി പറഞ്ഞ് ജീവിക്കുക. കഞ്ഞിയും പയറും ആണുള്ളതെങ്കിൽ അത് കഴിക്കുക. അല്ലാണ്ട് ബിരിയാണി കിട്ടിയാലേ കഴിക്കൂ, അതേ കഴിക്കൂ, ഇതേ കഴിക്കൂ, ഇങ്ങനെ കഴിക്കൂ, ഈ ഹോട്ടലാണ് വൃത്തിയുള്ളത്, ആ ഹോട്ടൽ വൃത്തിയില്ല എന്നൊന്നും പറയണ്ട. ഭഗവാൻ എന്താണോ വിശപ്പിന് അന്നം തരുന്നത് അത് കഴിച്ചു പോവുക. ഒരു പരാതിയില്ല, ഒരു അത്യാർത്തിയില്ല, ഒന്നുമില്ല. കൃഷ്ണ ഇല്ലാതാക്കിയില്ലല്ലോ, തരാതിരുന്നില്ലല്ലോ, അങ്ങ് തന്നില്ലേ എന്ന് പറഞ്ഞു പോവുക. അങ്ങനെ ജീവിച്ചാൽ ജീവിതം ഒരു മനോഹരമായി മാറും. അല്ല എങ്കിൽ അത്യാസക്തികൾ കൂടിക്കൂടി, പരാതികൾ കൂടിക്കൂടി ജീവിതത്തെ കലി ബാധിക്കും. മനസ്സിലാവുന്നു? നമ്മളായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് കലിയുടെ കൂട്ടിലിട്ട് കൊടുക്കരുത്. അങ്ങനെ മുന്നോട്ട് പോകാൻ പഠിക്കുക. ഇപ്പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യുഗസങ്കല്പത്തെ കാലത്തിന്റെ പരിണാമം എന്നതുപോലെ ബോധത്തിന്റെയും പരിണാമമായി കണക്കാക്കാവുന്നതാണ്. നമ്മളിപ്പോ പറഞ്ഞതിന് ഒരു കാലത്തിന്റെ മാറ്റമുണ്ട്. പഴയ കാലങ്ങളില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ വാത്സല്യം സിനിമ കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അതില് മമ്മൂക്ക പാടത്തുനിന്ന് കയറി വന്ന് കാലിലൊക്കെ ചെളിയായപ്പം സിദ്ദിഖാക്കന്റെ വൈഫായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റാന്ന് തോന്നുന്നുണ്ട്, ഒരു കാര്യം പറയുന്നത്, എന്താ ഇത് ഭയങ്കര ചെളിയും വിയർപ്പും എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഗീത ചേച്ചി പറയുന്നൊരു വാക്കുണ്ട്, ഈ വിയർപ്പും ഈ ചെളിയുടെ മണം കൊണ്ടൊക്കെയാണ് നിന്റെ ഭർത്താവ് പഠിച്ച് അഡ്വക്കേറ്റ് ആയത് എന്ന്. ശരിയല്ലേ? പഴയ കാലങ്ങളില് പാടത്തും പറമ്പത്തും ഇരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചപ്പം ഈ സെറാമിക് പാത്രങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. വലിയ ഡൈനിങ് ടേബിളോ ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ചാണകം മെഴുകിയ വീട്ടില് എല്ലാവരും ഒരു മണ്ണെണ്ണ വിളക്കിന്റെ ചോട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അന്ന് എന്താ പറയാ, പപ്പടം വറുത്തിട്ടതൊക്കെ ഒരു ചെറിയ പാത്രത്തിൽ. ഇന്ന് അടുക്കളയിലൊക്കെ കയറിയാൽ ഒരേ ഭംഗിയുള്ള പാത്രങ്ങളിൽ ഇങ്ങനെ പല പല സാധനങ്ങൾ ഇട്ട് വെക്കുന്നു. അന്ന് അതൊന്നുമില്ല. ഏതെങ്കിലും ഹോർലിക്സിന്റെ കുപ്പിയിലോ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന എന്തെങ്കിലും കുപ്പിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. ആ അടുക്കളയ്ക്ക് ഒരു മനോഹാരിതയുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്നും അത് അംഗീകരിക്കും. അങ്ങനെയുള്ള അടുക്കളയ്ക്ക് ഒരു മനോഹാരിതയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട് ആ അടുക്കളയ്ക്ക്. മനസ്സിലായില്ലേ?
അതിന് എത്ര മനോഹാരിതയുണ്ടെന്നറിയാമോ? ചിന്തിക്കണം. അപ്പൊ ആ മനോഹാരിതയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ കുടുംബ ബന്ധങ്ങൾക്ക് ഐക്യമുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് ഐക്യതയില്ല. ഇന്ന് മനോഹരമായ മോഡുലാർ കിച്ചൺ വന്നപ്പോ എന്തായി? അവിടെ സുഖി കൈയടക്കി. നല്ല ഭംഗിയുള്ള അടുക്കളകൾ വന്നപ്പോ അവിടെ സുഖിയാണ് കൈയടക്കിയത്, അല്ലാതെ നല്ല വീട്ടമ്മമാരോ ഭാര്യമാരോ കൈയടക്കിയിട്ടില്ല. ആലോചിച്ച് നോക്കണം. പണ്ടത്തെ പിഞ്ഞാണമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കഴിക്കുമ്പോൾ ഒരു മനോഹാരിത, ഒരു ഭംഗി, ഒരു രുചി, ഒരു ആരോഗ്യം ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കൂ. പണ്ട് കാലങ്ങളിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ നൈറ്റിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കഴുകി വൃത്തിയാക്കി കീറി എടുത്തു വെക്കും, എന്താ കരിത്തുണി പിടിക്കാൻ. ഇന്ന് അതൊക്കെ പോയി ഷോപ്പുകളിൽ നിന്ന് അടുക്കളയിൽ പിടിക്കാൻ തുണികൾ വാങ്ങലായി. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മളൊന്നൊരു പഴയ കാലത്തേക്കൊന്ന് പോയി നോക്കിക്കേ. ഭയങ്കര രസമായിരിക്കും ആ പഴയ കാലത്തേക്ക് പോയാൽ. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാണെന്നറിയോ? ബിന്ദമ്മയ്ക്ക് അറിയാം അല്ലെ? ബിന്ദമ്മ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഹാളിൽ വെക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് തറയിലിരുന്ന് ഒരുമിച്ചിരുന്ന് അങ്ങ് കഴിക്കും. അതിൽ ഞാൻ, മഹേഷ് ചേച്ചി, പ്രിയ ചേച്ചി, ലക്ഷ്മി അമ്മ, കാഞ്ചിയമ്മ, ബിന്ദു അമ്മ എല്ലാവരും ഉണ്ടാവും. പറയുമ്പോൾ കാഞ്ചിയമ്മ ഞാൻ അവരിരുത്തിക്കൊണ്ട് പറയല്ല, അവർക്ക് അത്രയ്ക്ക് മലയാളം മനസ്സിലാവില്ല. ഒരുപാട് വീടുകളിൽ അടുക്കള പണി ചെയ്യുന്ന ഒരു എന്താ പറയുക സർവൻ്റാണ്. ഞാൻ വന്ന ആ 5 വർഷമായിട്ട് അവർ എൻ്റെ കൂടെയുണ്ട്. ഇവിടെ അവർക്കൊരു സർവൻറ്റിൻ്റെ സ്ഥാനമല്ല. ഇവിടെ തൊട്ട് അവർ ഒരു ജോലി എടുക്കാനും വരുന്നതല്ല. പക്ഷെ അവരിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു കുടുംബം പോലെയാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കുക. എന്താണോ ഉള്ളത് അത്. ഇന്നലെ രാത്രി തന്നെ മഹേഷ് ചേച്ചി ഇരുന്നിട്ട് തുളസിയെല്ലാം നന്നാക്കുമായിരുന്നു. ഞാൻ വേഗം ചേച്ചിയുടെ ഹസ്ബൻഡിനും മോനും അവർക്കെല്ലാം രാത്രി ദോശയും ചട്നി ഉണ്ടാക്കി കൊടുത്തു. ആ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കല്ല് അപ്പുറത്തെ പ്രിയ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു മാനസിക അടുപ്പത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആ ഭക്ഷണത്തിനൊരു രുചിയുണ്ട്, ആ ജീവിതത്തിനൊരു സന്തോഷമുണ്ട്. അത് അനുഭവിച്ചറിയണം. അല്ലാതെ എല്ലാം സംഭവ ബഹുലമായിട്ട് അങ്ങനെ നമ്മൾ വേണ്ട എന്നല്ല. എന്താ പറയാ, ഒരു അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, മോഡേൺ ലൈഫ് സ്റ്റൈൽ വേണ്ട എന്നല്ല പറയുന്നത്. ആ ലൈഫ് സ്റ്റൈൽ ഇരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഇപ്പുറത്തെ കയ്യിൽ മൊബൈലായിരിക്കും, അല്ലെങ്കിൽ കാതിൽ ഹെഡ്സെറ്റ് കുത്തിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. ശരി, ഓക്കെ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ അവസ്ഥ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ആ അവസ്ഥ വേണ്ട. കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്, എങ്കിലും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ രുചി നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിടിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോ അവിടെ കലിക്ക് സ്ഥാനമില്ല. കാരണം എന്താ? ബന്ധങ്ങൾക്ക് ഐക്യതയുണ്ട്. അല്ലാതെ ഇരിക്കുമ്പോൾ അതിലൊരു ഐക്യതയില്ല. അപ്പോൾ ഇവിടെ കാലത്തിന്റെ ഒരു മാറ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാലത്തിന്റെ പരിണാമം എന്നതുപോലെ ബോധത്തിന്റെയും പരിണാമമായി വന്നു. കാലം മാറിയപ്പോൾ നമ്മുടെ ബോധവും മാറി, കോലവും മാറി, ബന്ധങ്ങൾക്കൊന്നും ഒരു ഐക്യതയില്ലാതെയായി. മനുഷ്യന്റെ ബോധം ഏറ്റവും ശ്രേഷ്ഠമായ വികാര വിചാരങ്ങളെ കൊണ്ട് സമ്പന്നമായിരിക്കുന്ന അവസ്ഥയാണ് ധർമ്മം പരിപൂർണമായിരിക്കുന്ന സത്യയുഗം. മനസ്സിലായി? മനുഷ്യന്റെ മനസ്സിനെയും ബോധത്തെയും എന്താണ് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ധർമ്മമായി. ആ ധർമ്മം പൂർണ്ണമായി നിലനിന്നിരുന്ന ഒരു കാലമാണ് എന്ത്? സത്യയുഗം എന്ന് പറയുന്നത്. അതേ ബോധം തന്നെ നികൃഷ്ട വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ധർമ്മഗ്ലാനി സംഭവിച്ചിരിക്കുന്നതായ കലിയുഗം. ആലോചിച്ച് നോക്കണം. ആ ഒരു എന്താ പറയാ, മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അത് കലിയുഗമായി. വികാര വിചാരങ്ങളെല്ലാം നശിച്ച് എല്ലാരെയും നശിപ്പിക്കണം, കൂടെയുള്ളവരെ ചതിക്കണം, വഞ്ചിക്കണം എന്ന് പറയുന്ന ആ ചിന്തയിലേക്ക് മനുഷ്യൻ മാറിയപ്പം കാലം മാറി, പരിണാമം സംഭവിച്ച്, ബോധത്തിന് പരിണാമം സംഭവിച്ച് എന്തായി മാറി? അത് കലിയുഗമായി മാറി. ഇവിടെ യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഇല്ല, ഒന്നുമില്ല. പ്രായമായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ, ഞാൻ ചില സ്ഥലങ്ങളിലൊരു കാര്യങ്ങൾ എവിടാന്നൊന്നും പറയുന്നില്ല, എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചില വീടുകളിലൊക്കെ പോയാലേ ആ വീട്ടിൽ കുറച്ച് പ്രായമുള്ളവരുണ്ടെങ്കിൽ എന്താ പറയാന്നറിയാം, അത് അവരുടെ മാറ്റി ഇങ്ങനെ പറഞ്ഞ് എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അത് ആ തള കഴിക്കുന്ന പാത്രം മാറ്റി വയ്ക്കും. അവർ മനുഷ്യരല്ലേ? എൻ്റെ ചോദ്യം അതാണ്. ആ റൂമിൽ ഭയങ്കര മൂത്രമാണ്, എന്ത് ചെയ്യാൻ പറ്റും?
അവരും ഒരു കാലത്ത് യൗവനത്തിൽ കൂടെ കഴിഞ്ഞു പോയ ആൾക്കാരല്ലേ. ആലോചിച്ചു, അവർ കഴിച്ച പാത്രത്തെ പോലെ അറപ്പോട് കാണുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ? പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടത്. അവർ കഴിക്കുന്ന പാത്രവും ഗ്ലാസ്സൊക്കെ സെപ്പറേറ്റ് വെക്കും. എന്തൊരു വേർതിരിവാണ്. ഇന്ന് ഈ കാലും കയ്യും ഉണ്ടെങ്കിൽ നാളെ ഇതില്ലാതെ ആ കിടക്കുന്ന കട്ടിലൊഴിയുമ്പോൾ ആ കിടക്കുന്ന കട്ടിൽ കിടക്കാനുള്ളവരാണ് നമ്മൾ. ചില സന്ദർഭങ്ങളിൽ അവരുപയോഗിച്ച് അതേ യൂറിൻ പോകുന്ന പാത്രം നമ്മളും ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ സുധി, ഞാൻ ആലോചിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും വന്നു. പിന്നെ കുഴപ്പമില്ല, വർക്ക് കഴിയട്ടെ, ഞാൻ വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ അമ്മമാരെയോ അച്ഛന്മാരെയോ പ്രായമുള്ളവരെയോ നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ഒരു ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കരുത്. എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരിക്കലും അത് ചെയ്യരുത്. അവർ പ്രായമാകുമ്പോൾ പറഞ്ഞതേ പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്തതേ ബിന്ദുവിന്റെ തല തിന്ന് കളയും. നമ്മുടെ പ്രായമായിട്ടുമില്ല, തല തിന്നെന്ന് പറഞ്ഞാൽ തല തിന്നും. എന്നിട്ട് പോലും ഞാൻ എടുത്തവരെ പുറത്ത് കളഞ്ഞിട്ടില്ല. നല്ല ചീത്ത പറയും ചില സമയത്ത്. കാരണം അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എന്തേന്നുള്ള ടെൻഷൻ കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചീത്ത പറയും. പക്ഷെ കളഞ്ഞിട്ടില്ല, കളയാൻ മനസ്സ് വന്നിട്ടില്ല. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ അതിനോടൊന്നും ഒരു വിധം പൊരുത്തപ്പെട്ട് പോവുക, അതാണ് വേണ്ടത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന കാര്യമാണത്. അങ്ങനെയുള്ള കുറേ അച്ഛനമ്മമാരെ നമ്മൾ ഒരു യുഗം മുഴുവൻ അവർ കഷ്ടപ്പെട്ടിട്ട് ഇന്നും എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും ഞങ്ങൾ അതുപോലെ വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരിക്കലും നമുക്ക് കളയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവൊന്നും കാണിക്കരുത്. അത് കാലത്തിൻ്റെ എന്താ പറയുക, ഒരു മാറ്റമാണ്. നമുക്ക് ആ കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്ക് പോയാൽ തന്നെ കുടുംബങ്ങളിൽ ഒരു ഐശ്വര്യം വരും. കാരണം എന്താ പറയുക, അങ്ങനെയൊക്കെ പ്രായമുള്ളവരുണ്ടെങ്കിലേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവർ ആ വീട്ടിൽ ആ റൂമിൽ കിടന്നിട്ട് അവരുടെ എല്ലാ വേദനകളും ഈശ്വരനോട് പറഞ്ഞ്, ഭഗവാനെ ഞാനിങ്ങനെ ചിലപ്പോൾ അവർ ചിരിക്കുകയായിരിക്കും. അവരുടെ അസുഖം കൊണ്ടും അവരുടെ ശാരീരിക പ്രയാസങ്ങൾ കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ആയി പോകുന്നത്. പക്ഷെ അവർ ചിരിക്കുകയായിരിക്കും നമ്മളെ കാണുമ്പോൾ. കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അങ്ങനെ പിന്നെ പ്രായമായില്ലേ, മക്കൾക്കൊന്നും ബുദ്ധിമുട്ട് കൊടുക്കണ്ടെന്ന് ഓർത്ത് അമ്മ ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷെ ആ ഉള്ളിലെ ആ തപമാണ് ആ വീടിനെ മൊത്തത്തിൽ ബാധിക്കുന്നത്. ആ ബാധിക്കുന്ന അവസ്ഥയെ നമ്മൾ മാറ്റണം. ഇന്ന് തന്നെ നമ്മുടെ ആരുടെയെങ്കിലും വീടുകളിൽ അങ്ങനെ ഒരു മുറിയിൽ തളയ്ക്കപ്പെട്ട വാർദ്ധക്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ആ റൂമിലേക്ക് കയറി ചെല്ലുക, ആ റൂമിൻ്റെ ജനലൊന്ന് തുറന്നിടുക, ആ കർട്ടൻ ഒന്ന് മാറ്റുക, ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റുക, ആ തലയിണ കവർ ഒന്ന് മാറ്റുക. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ മാത്രം ഇത് ക്ലീൻ ആക്കാൻ ഓടരുത്. അവർ ഗസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ആദ്യം ആ റൂം ക്ലീൻ ചെയ്യണം എന്ന് പറയരുത്. ആ വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ വേസ്റ്റ് കൊണ്ടുപോയി വെക്കുന്നത്. പഴയ പാത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അവർ കിടക്കുന്ന കട്ടിലടിയിൽ കുറെ പാത്രങ്ങൾ, കുറെ സാധനങ്ങൾ, അവർ കിടക്കുന്ന റൂമിന്റെ ഷെൽഫിൽ കുറെ സാധനങ്ങൾ, റാക്കിൽ കുറെ സാധനങ്ങൾ, പഴയതെല്ലാം അവിടെ ഡംപ് ചെയ്യും. എന്നിട്ട് മറ്റുള്ളവരുടെ ബെഡ്റൂമോ നല്ല റൊമാൻറ്റിക് ഫീല്, നല്ല പെയിന്റ്, നല്ല ഫ്ലവർ പോട്ട്, മൊബൈൽ, ചാർജർ, AC ഇതൊക്കെ ആയിരിക്കും. ഹോളൊക്കെ ഭയങ്കര മനോഹാരിത. ഇവരൊരു ഒതുങ്ങി ഒരു റൂമിൽ. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോഴോ ഇതെപ്പോ ചത്തുപോവോ എന്നാൽ ആ റൂം കാലിയായി കിട്ടുന്നൊരു തോന്നൽ. ഇതൊന്നും അല്ല വേണ്ടത്. ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു മുറി ഉണ്ടെങ്കിൽ ആ ജീവാത്മാവിൻ്റെ അടുത്തേക്ക് നമ്മളൊന്ന് കയറിച്ചില്ല. അവരെത്രയും നമ്മളെ ദുരിതപ്പെടുത്തിക്കോട്ടെ, തെറി പറഞ്ഞോട്ടെ, തുപ്പിക്കോട്ടെ, അവഗണിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എത്ര വേണമെങ്കിലും ചെയ്തോട്ടെ, ആ മുറിയിലേക്ക് കയറിച്ചില്ല. അവരെ ഒന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. കിടപ്പ് രോഗിയായിക്കോട്ടെ, അവർ കിടന്ന കിടപ്പിൽ കിടന്നോട്ടെ, ഒരു വീൽ ചെയറിലോ ഒരു റോളിംഗ് ബെഡിലോ നമ്മളൊന്ന് അവർക്ക് സൂര്യപ്രകാശം കാണിച്ചു കൊടുക്കുക, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. ആ മനസ്സിനെ ഒന്ന് നമ്മൾ പ്രകാശമാക്കി മാറ്റുക. ഇനി അവർക്ക് എന്താ ഉള്ളത്? നല്ലൊരു മരണമാണ്, അല്ലേ? നല്ലൊരു മരണമാണ് വേണ്ടത്. ആ നല്ല മരണമെങ്കിലും നമ്മൾ കൊടുക്കുക. അതിന് നമ്മളൊരു കാരണക്കാരായി കഴിഞ്ഞാൽ എത്രയോ യുഗങ്ങളാണ് നമ്മൾക്ക് നന്മയായി ഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ എത്ര തലമുറകളാണ് നന്മയായി മാറുന്നതെന്നറിയാമോ? ഇങ്ങനെ ഒരു ജീവാത്മാവിനെ ഈ മുറിയിലിട്ടിട്ട് നമ്മൾ അമ്പലങ്ങൾ മുഴുവൻ നടന്ന് നമ്മുടെ മക്കളുടെ പേരിൽ നല്ല പൂജ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറയണു, ഒരു പൂജയും ചെയ്യണ്ട. വീട്ടിലെ വാർദ്ധക്യത്തിൽപ്പെട്ടവരെ സ്നേഹത്തോടെ പരിചരിച്ചാൽ ആ അനുഗ്രഹം മതി നമ്മൾ രക്ഷപ്പെടാൻ, നമ്മുടെ തലമുറ രക്ഷപ്പെടാൻ.
നമ്മുടെ തലമുറ രക്ഷപ്പെടാൻ അത് മാത്രം മതി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മ, കുട്ടിമാളുന്ന പേര്, എൻ്റെ അച്ഛൻ്റെ അമ്മ നല്ല വെയിറ്റും വണ്ണവും ഉള്ള ഒരാളായിരുന്നു. അവർ കിടപ്പിലായിപ്പോയി, തളർന്നു പോയി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ എൻ്റെ എല്ലാ കസിൻസും റിലേറ്റീവ്സും എൻ്റെ ക്ലാസ് കേൾക്കാറ്, എൻ്റെ നാട്ടിലുള്ളവരും കേൾക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ നേരെ എൻ്റെ അച്ഛമ്മയെ ഇങ്ങനെ ഈ കൈൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഞാൻ പൊക്കിയെടുത്ത് ഞാൻ അച്ഛമ്മയുടെ തലയൊക്കെ ചീകി പേനൊക്കെ എടുത്തു കൊടുത്ത് ഷാമ്പൂ ഇട്ട് ക്ലീൻ ചെയ്ത് വെക്കുക ആൻറ്റിമാർ. വീണ്ടും മുടിയൊക്കെ ചീകി വൃത്തിയാക്കി അച്ഛമ്മയെ ഞാൻ എൻ്റെ ഒരു കസേരയിൽ ഇരുത്തി മോഷൻ പോകാനുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും, മൂത്രം ഒഴിക്കുന്നത് ക്ലീൻ ചെയ്ത് കൊടുക്കും, കൈയും കാലൊക്കെ തുടച്ചു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. എന്നിട്ട് അച്ഛമ്മ പറയും വേണ്ട വേണ്ട വേണ്ട, അത് അവർ ചെയ്യും മോളെ. ഞാൻ പറയാം അച്ഛമ്മ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ അപ്പിടിച്ചില്ലേ, മൂത്രം ഒഴിപ്പിച്ചില്ലേ, അപ്പൊ ആ അച്ഛൻ്റെ മോളല്ലേ ഞാൻ ചെയ്ത എന്താ കുഴപ്പം എന്ന് പറയാം. അപ്പൊ എൻ്റെ അച്ഛൻ ആ വാതിക്കൽ വന്ന് നിൽക്കും. കാരണം അവരെല്ലാം വേറെ വീട്ടിലായിരുന്നു, ഞങ്ങൾ വേറെ വീട്ടിലായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ വന്ന് നിന്നിട്ട് പറയും അവള് ചെയ്തോട്ടമ്മ, അതിനെന്താ തെറ്റ്, അവള് ചെയ്യുന്നതിൽ എന്താ ചെയ്യട്ടെ അമ്മ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയും. കൂട്ടത്തിൽ എൻ്റെ ചേച്ചിമാരും ചില സമയത്ത് കൂടും. എന്നിട്ട് ഞങ്ങൾ അച്ഛമ്മയുടെ റൂമിലിരിക്കും, കഥ പറയും. എൻ്റെ 2ാമത്തെ ചേച്ചി പറയും ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ഓടിച്ച മുതലാന്നറിയി കിടക്കുന്നത്, ശരിയാക്കി തരാൻ പറയും. അപ്പൊ അച്ഛമ്മ ഇങ്ങനെ കുടുകൂടേ ചിരിക്കും. എന്നിട്ട് ഞാൻ പറയും ഞങ്ങളിങ്ങനെ കരിങ്കല്ല് വെച്ച് കൊത്തങ്കല്ല് കളിക്കുമായിരുന്നു പണ്ട്. അയ്യോ ഭയങ്കര അടി കിട്ടും അച്ഛമ്മേനോട്. അപ്പൊ മൂത്ത ചേച്ചി പറയലെന്ന് പറയാം കല്ല് ഇങ്ങോട്ട് എടുത്തോണ്ട് വരട്ടെ, ഇപ്പൊ അച്ഛമ്മയ്ക്ക് എണീക്കാൻ വയ്യ, നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കാം. ഞാൻ പറഞ്ഞ ആ സൈഡിലുള്ള മരുന്ന് കുപ്പി എടുത്ത് നമ്മൾ എറിയും ആ മുതൽ, വേണ്ട വേണ്ട എന്ന് പറയാം. അപ്പോഴും അച്ഛമ്മ ചിരിക്കും. ഞങ്ങൾ അച്ഛമ്മയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ശരിക്കും ഞങ്ങള് എത്ര എന്റർടൈൻമെന്റോട് കൂടിയാന്ന് പറയാം ഞങ്ങളുടെ അച്ഛമ്മയൊക്കെ നോക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കണം, പകർന്നു കൊടുക്കണം. അതാ വേണ്ടത്. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ കാലിന്റെ നഖമൊക്കെ വെട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോള് ലക്ഷ്മിയോടും എൻ്റെ സഞ്ജുവിനോടൊക്കെ പറയണം അച്ഛൻ്റെ കാല് നഖം വെട്ടി കൊടുക്കുക. അത് അവര് ശീലിക്കണം, അവരത് ശീലിക്കണം, അവരത് മനസ്സിലാക്കണം. ചെരുപ്പ് കഴുകി വെക്കുക അച്ഛൻ്റെ എന്ന് പറയാറുണ്ട്. എൻ്റെ ഏട്ടൻ്റെ മക്കളും എൻ്റെ മോനൊക്കെയാണ് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അച്ഛൻ്റെ ചെരുപ്പ് കഴുകി വെക്കുന്നത്, കാലിൽ നഖം വെട്ടി കൊടുക്കുന്നത്. കാരണം അദ്ദേഹം ഹെൽത്തിയാണ്. എങ്കിലും നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു വീടുകളുടെ അകത്തളങ്ങളിലും അങ്ങനെ ഒരു മുറി അവശേഷിക്കില്ല. മനസ്സിലായി? ഒരു വീടുകളും അങ്ങനെ ഒരു വാർദ്ധക്യാവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ റൂം അവശേഷിക്കില്ല. ആ മുറിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം. ആ മുറിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ദുരിതം, നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ എപ്പോ ആ മുറിയിൽ നമ്മൾ എപ്പോ ഒരു സന്തോഷം കൊണ്ടുവരുന്നു, നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറണമെങ്കിൽ നമ്മുടെ വീടുകളിൽ അങ്ങനെ ഒരു റൂം ഉണ്ടെങ്കിൽ ആ റൂമിൽ നമ്മൾ പ്രകാശം കൊണ്ടുവന്നാൽ മതി. ആ മുറിയിൽ നമ്മളൊരു സന്തോഷം കൊണ്ടുവന്നാൽ മതി. ആ മുറി വൃത്തിയാക്കി ക്ലീനാക്കി ആ അമ്മയ്ക്കൊപ്പം ഇരുന്ന് നമ്മൾ ഒരു നേരത്തെ ചോറുണ്ടാൽ, അമ്മ കിടന്നോട്ടെ അല്ലെങ്കിൽ അച്ഛൻ കിടന്നോട്ടെ, അമ്മായിയപ്പനും അമ്മായിയും ആരും കിടന്നോട്ടെ, ഒരു പ്ലേറ്റിൽ ചോറും കൊണ്ടുവന്ന് അച്ഛൻ ഞാനിന്ന് ഇവിടെ ഇരുന്നാ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. ഒന്ന് പുതപ്പിച്ചു കൊടുത്ത്, കാരണം ഒരു രാത്രി പുതപ്പിച്ചു കൊടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിച്ച് നാളെ രാവിലെ വരുമ്പോൾ ചിലപ്പം അവരുണ്ടാവില്ല കേട്ടോ. തണുത്ത് കുറച്ചൊരു ശവശരീരമായിരിക്കും അവിടെ കിടക്കുന്നത്. അതിനേക്കാൾ മുൻപേ ഒരു ഗുഡ് നൈറ്റ് സ്നേഹത്തോടെ പറയാ, ഒരു തലോടൽ നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുക. മനതൃപ്തിയോടുകൂടി അവർ ഈ ലോകത്ത് നിന്ന് പോട്ടെ. അത് മതി നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തലമുറകൾ രക്ഷപ്പെടാൻ, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം, നമ്മുടെ സാമ്പത്തിക ദുരിതം തീരാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാൻ, ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ, ജീവിതത്തിൽ വഴിമുട്ടിപ്പോകുമ്പോൾ നമുക്കൊരു വാതിൽ തുറന്നു കിട്ടാൻ, പൂർവ്വജന്മ ദുരിതങ്ങൾ തീരാൻ, പിതൃക്കളെ, അച്ഛനമ്മമാരെ, വല്യമ്മമാരെ, വല്യച്ഛന്മാരെ, നമ്മുടെ മുതുമുത്തശ്ശന്മാരെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക. അവരെ വേദനിപ്പിച്ച് അവരെ നേരെ കൈ ഉയർത്തി കഴിഞ്ഞാൽ ആ ജീവിതം വേസ്റ്റാണ്. ഒരിക്കലും നടക്കില്ല, ഒരിക്കലും രക്ഷയുണ്ടാവില്ല. ഇന്നു മുതൽ നമ്മുടെ വീടുകളിൽ അങ്ങനെ ഒരു മുറി ഉണ്ടെങ്കിൽ കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്ക് ഒരു യാത്ര നമ്മൾ പോകണം. ഈ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ആ മുറിയിലേക്കൊന്ന് എത്തി നോക്കുക. അവിടെ ഒരു ജീവാത്മാവുണ്ട്, അവർക്കൊന്ന് പ്രകാശം കാണിച്ചു കൊടുക്കുക, അവർക്കൊരു നല്ല ഭക്ഷണം വാരിക്കൊടുക്കുക. നാളിതുവരെ അവരോട് പറഞ്ഞ തെറിക്കും അവരെ ഉപദ്രവിച്ചതിനും ഒരു മാപ്പ് പറയാം, സ്നേഹത്തോടൊരു വാക്ക് പറയാം, ചേർത്ത് പിടിക്കുക. അവരിങ്ങോട്ട് എങ്ങനെ പ്രതികരിച്ചാലും നമ്മളത് മനസ്സിൽ കൊടുക്കാതെ ഇരിക്കുക. ഒരു നല്ല പുഞ്ചിരി ആ കർട്ടൻ മാറ്റിയിട്ടൊന്ന് നോക്കിക്കൊടുത്താൽ അത് മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോകുന്നത്.
അത് വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണുനീരാണ്, നമ്മളെ അംഗീകരിച്ചതിൻ്റെ കണ്ണുനീരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗുണങ്ങളായാലും ദോഷങ്ങളായാലും അവ വ്യക്തികളുടെ ബോധമണ്ഡലത്തിൽ നിന്ന് പ്രവൃത്തി രൂപേണ സമൂഹത്തിലേക്ക് എത്തും. നമ്മൾ നന്മ ചെയ്താൽ അത് ഗുണമായാലും ശരി ദോഷമായാലും ശരി അത് ആ വ്യക്തിയിലൂടെ സമൂഹത്തിലേക്കും എത്തും. സമൂഹത്തിൽ നിന്ന് പ്രേരണാരൂപത്തിൽ വ്യക്തികളുടെ ബോധമണ്ഡലത്തിലേക്കും സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കും. ലോകത്തിന്റെ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനായി ഈശ്വരൻ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് അത്രേ അവതാരം എന്ന് പറയുന്നത്. ലോകത്തിന്റെ ദോഷങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ഈശ്വരൻ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? അവതാരം എന്ന് പറയും, അല്ലെ? ആ അവതാരമല്ലേ നമുക്ക് വേണ്ടത്? ആ അവതാരമാണ് നമ്മൾ ഭഗവാനിലൂടെ അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടച്ചിട്ട് ആ മുറിയിൽ കിടക്കുന്ന നമ്മുടെ പാവപ്പെട്ട അച്ഛനമ്മമാരെ സംരക്ഷിക്കുക. അല്ലെങ്കിൽ വേദന തിന്ന് കഴിയുന്ന അവർക്കൊരു ആശ്വാസമായി മാറും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ആശ്വാസം നമുക്ക് പകരാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ട്, ആ ജീവിതമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആത്മീയ ഉന്നതി നൽകുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാനെ, ഈശ്വരനെ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി നോക്കുക. അല്ലാതെ നമ്മൾ കുറെ പൂജ ചെയ്തിട്ടോ വഴിപാട് ചെയ്തിട്ടോ അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഈശ്വരൻ വരൂല. അത് ആദ്യം മനസ്സിലാക്കണം. ഈശ്വരൻ വരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീട്ടിലെ പ്രായമായവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈശ്വരന്റെ അനുഗ്രഹം കിട്ടണോ? വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ നമ്മൾ അവരെ സംരക്ഷിക്കാനുള്ള വഴി നോക്കും. അത് മാത്രമാണ് നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. ആ അവതാരം വൈകാതെ നമ്മളിലേക്ക് വരും. ഓക്കെ. അതേപോലെ തന്നെ മനുഷ്യന്റെ ദോഷങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കി അവനെ ധർമ്മനിഷ്ഠയോട് കൂടിയവനാക്കി തീർക്കുന്നത് ഈശ്വരനിലുള്ള അചഞ്ചലമായ ഭക്തിയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലെ എല്ലാ ദുരിതങ്ങളെയും ദുഷ്ടതരങ്ങളെയും ദോഷങ്ങളെയും എല്ലാം ഇല്ലാതാക്കിയിട്ട് നമ്മളെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഈശ്വരനാണ്. ആ ഈശ്വരനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ് നമ്മളെ നല്ല നിലയ്ക്ക് കൊണ്ടുവരുന്നത്. ആ ഈശ്വര ഭക്തി കാമക്രോധാദികളെയും മതമാത്സര്യങ്ങളെയും ഒക്കെ ജയിച്ചിട്ട് ശാശ്വതമായ ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു അനുഗ്രഹം നൽകി നമ്മളെ ശക്തമാക്കുകയാണ്. അപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെ ശക്തമാക്കുന്നത് ഒരേ ഒരു കാരണമാണ്. പണമോ പേരോ പ്രശസ്തിയോ ധനധാന്യങ്ങളോ ഒന്നുമല്ല. ഈശ്വരനാണ്. ഈശ്വരനുള്ള ഭക്തി മാത്രമാണ്. ആ ഭക്തി പുനഃസ്ഥാപിക്കാനായി ലോകത്തിന്റെ സർവദോഷങ്ങളെയും ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ഈശ്വരൻ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയെ എന്താ പറയുന്നത്? അവതാരം എന്ന് പറയുന്നു. ആ എല്ലാ ദോഷങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാനായി കൃഷ്ണൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നന്മയിലൂടെയുള്ളൊരു നല്ല ജീവിതം നിങ്ങൾക്ക് ഭഗവാൻ നൽകട്ടെ. എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. ഭഗവാൻ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരും. ഓക്കെ. ഇന്ന് തന്നെ നമ്മുടെ വീടും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ക്ലീൻ ചെയ്യുക. ഇന്നലെ വരെയുള്ളതെല്ലാം ഇന്നു മുതൽ പുതിയ ദിവസമാണ്, പുതിയ ജീവിതമാണ്, പുതിയ സമയമാണ്. നമുക്ക് കലിയുഗം വേണ്ട, സത്യയുഗം മതി. എല്ലാവരും നാളെ മുതൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക.
ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय. ഓം ശ്രീ മാത്രേ നമഃ. നന്മയുണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ. മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. നമസ്തേ.